ഇന്ന് നമുക്കിവിടെ ക്ലാസ് എടുക്കാൻ അനുവദിക്കുന്ന സന്ധ്യാ വിജയകുമാറിന് സ്വാഗതം. എല്ലാവർക്കും വിനീതമായ നമസ്തേ. ഗുരുവിൻ്റെ പ്രൗഢ വേദാന്ത കൃതിയായ ജനനീ നവരത്ന മഞ്ജരിയാണ് നമ്മൾ മനനം ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു സ്തോത്ര കൃതിയുടെ ഗണത്തിലാണ് പെടുത്തി നമ്മൾ ചൊല്ലാറുള്ളത്. പക്ഷെ ജനനീ നവരത്ന മഞ്ജരി എന്ന് പറയുന്നത് വേദാന്തം കാച്ചി കുറുക്കി എടുത്ത് ഗുരു നമുക്ക് തന്നിരിക്കുന്നതാണ്. നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കത്തില്ലേ കഷായം എങ്ങനെ കൊടുക്കുന്നത്, മധുരത്തിൽ പുരട്ടി കൊടുക്കത്തില്ലേ കഷായം, അതുപോലെ പേരിലും കെട്ടിലും മട്ടിലും ഒക്കെ ഒരു താളാത്മകതയൊക്കെ കൊടുത്ത് ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതാണ്. പക്ഷെ ഇതിനകത്ത് തന്നെ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേദാന്ത രഹസ്യമാണ് ഗുരു നമുക്ക് ഇതിനകത്ത് വെളിപ്പെടുത്തി തരുന്നത്. അമ്മയെ ബ്രഹ്മത്തിൻ്റെ പ്രതീകമായി കണ്ടുകൊണ്ട് അമ്മ എന്താണെന്നും ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്നൊക്കെ ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വൃത്തമെന്ന് പറയുന്ന മത്തേപം എന്ന വൃത്തമാണ്. ലാസ്റ്റ് എഴുതാം. ആദ്യം എന്താ ചെയ്യണം, ഞാൻ പറയുന്നത് കേൾക്കുക. ശ്രദ്ധാവാൻ ലഭതേ ഞാൻ നമ്മളെപ്പോഴും പറയുന്നില്ലല്ലേ. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എഴുതാൻ പോകുമ്പം എഴുതിയതും കാണത്തില്ല, പറഞ്ഞതാണ്. അതുകൊണ്ട് പേന എല്ലാവരും താത്ത് വെച്ചാൽ മതി, എഴുതാൻ സമയം തരാം. അപ്പോൾ നമുക്ക് പറയാം. ഇപ്പം നമ്മൾ പറയുന്ന കേൾക്കുക, എന്നിട്ട് ഞാൻ എഴുതാം, നമുക്ക് പറയാം. അപ്പം മത്തേപം എന്ന് പറയുന്ന വൃത്തത്തിലാണ് ഗുരുത രചിച്ചിരിക്കുന്നത്. നവമഞ്ജരി, ഷാൺമാധുരസ്തവം, അതുപോലെ തന്നെ വിശാഖഷഷ്ടി, ഇതിൻ്റെയൊക്കെ രചന മത്തേപം എന്ന വൃത്തത്തിലാണ്. ഒരു സംസ്കൃത വൃത്തമാണ്. മതിച്ച ആന എന്നാണ് ഇതിനൊരർത്ഥം. ഈ ഒരു ഡിക്ഷണറിയിൽ ഇതൊരു അർത്ഥം കൂടെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അർത്ഥം കൂടി ഈ മത്തേപം എന്ന വാക്കിന് അർത്ഥമുണ്ട്. വളരെ താളാത്മകമായിട്ട് ചെല്ലാം ഇതല്ലേ. മറ്റ് കൃതികളൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്തർ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പം ഭഗവാൻ ഞങ്ങൾക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു കൃതി തരണേ അങ്ങനെ പറയുമ്പോൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം ഗുരു നമുക്ക് കൃതി രചിച്ച് തന്നിട്ടുണ്ട്. ശരിയല്ലേ? എവിടെയാ? കോലത്തേരയിലും മണ്ണന്തലയിലും ഒക്കെ അങ്ങനെയാണ്. അതുപോലെ ഗദ്യപ്രാർത്ഥന മറന്നു പോകരുത്. ആത്മോപദേശതകം എന്ന് പറഞ്ഞ 100 മന്ത്രങ്ങളുടെ ബൃഹത്തായ ഒരു കൃതി ഗുരു ദാർശനിക കൃതി തരുമ്പോൾ അതിൻ്റെ ഒരു സംക്ഷിപ്ത ഒരു ക്യാപ്സ്യൂളാണ് എന്ത് പറയുന്നത്, ഗദ്യപ്രാർത്ഥന എന്ന് പറയുന്നത്. ഗദ്യപ്രാർത്ഥനയുടെ വിപുലീകരണമാണ്. 1893 ഗദ്യപ്രാർത്ഥന നമുക്ക് ഒരു ഭക്തന്റെ ആവശ്യപ്രകാരമാണ്. രാമൻ വൈദ്യർ എന്ന് പറയുന്ന കൊലത്തേരയിലെ ഭക്തന്റെ ആവശ്യപ്രകാരം. കാരണം കൊലതീരിസ്ഥം എഴുതി കൊടുത്തപ്പം എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക്, ഞാൻ ആരും വിശ്വസിക്കുന്നില്ല, ഇങ്ങനെയുള്ള ബിംബാരാധനയിലൊന്നും വിശ്വസിക്കുന്നില്ല, എനിക്ക് പക്ഷേ ഗുരുവിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ ഭക്തനോട് പറഞ്ഞു, അങ്ങനെയാണോ എങ്കിൽ എഴുതിക്കോളാൻ പറഞ്ഞു കൊടുത്തതാണ് ഒരു സ്വരൂപം ഗദ്യപ്രാർത്ഥനയിൽ. ആ പരമാത്മ സ്വരൂപത്തെ അറിവായി കണ്ടുകൊണ്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇത് ഗദ്യപ്രാർത്ഥന. ഗുരുവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഗുരു ആര് തന്നെയാണ് അവിടെ? ഗുരു സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ഉണ്ടായിരിക്കുന്നത്. അസന്നിഗ്ധമായിട്ട് ഗുരു സ്വസ്വരൂപം വെളിപ്പെടുത്തി തരുന്ന കൃതി തന്നെയാണിത് ഗദ്യപ്രാർത്ഥന. ഇങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോഴാണ് നമ്മളോട് ചോദിക്കുന്നത്, ശ്രീനാരായണ ഗുരുദേവനെ പ്രാർത്ഥിക്കാവോ, ആരാധിക്കാമോ, ദൈവമാണോ എന്നൊക്കെ ചോദിക്കുന്നത്. കാരണം ഒന്നും അറിയാത്ത ഒരാൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരാൾ ആനയെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. നമ്മൾ ആനയുടെ അടയാളങ്ങൾ പറയുമ്പോൾ ഇവർ തന്നെ പറഞ്ഞു, അന്ധര ആനയെ കണ്ടു കഴിഞ്ഞാൽ അവരെങ്ങനെയാ പറയുന്നതിനെ, അവരെ തൊട്ട് നോക്കുന്നു, അവർ കാണുന്നതുമാണ് ആനയെന്ന് പറഞ്ഞ് അവർ തർക്കിക്കും. എല്ലാവരും തർക്കിക്കത്തില്ല. ഒരാൾ കണ്ടത് വാലാണെങ്കിൽ അവൻ പറയും ആന വാലു ഇങ്ങനെ ഇരിക്കുന്നു പറഞ്ഞു. ഒരാൾ തൂണാണെങ്കിൽ ഒരാൾ പാറ പോലെ, തുമ്പിക്ക് ഓരോ ഇങ്ങനെ ഓരോ അവയവങ്ങൾ ആനയെ തൊട്ട് നോക്കിയിട്ട് അതാണ് ആനയെന്ന് പറഞ്ഞാൽ അവർ തർക്കിക്കുന്ന പോലെയാണ് പരബ്രഹ്മ സ്വരൂപമായ ഗുരുവിനെ അറിയാത്ത മനുഷ്യർ എന്താ പറയുന്നത്, ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണെന്ന് പറയുന്നു, വിപ്ലവകാരിയാണെന്ന് പറഞ്ഞ് ഒരു എന്താ പറയുക കവിയാണെന്ന് പറയുന്നു. അത് അതിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ അവരറിഞ്ഞ ഗുരുവിനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ലോകത്ത് ഒരു ആചാര്യനും ഒരു അവതാരവും അവരുടെ സ്വരൂപം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. മറ്റാളുകളിലൂടെയാണ് നമ്മൾ, അവരുടെ രചനയിലൂടെയാണ് നമ്മൾ അവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അവതാരത്തിന്റെ പൂർണ്ണ അവതാരമായ പൂർണ്ണ പരബ്രഹ്മ സ്വരൂപം നാളുകളിൽ ഒരാൾക്കും ഒരു തെറ്റു പറ്റരുത്. നമ്മെ അന്വേഷിക്കുന്നവർക്ക് നമ്മെ കണ്ടെത്താൻ സമ്മതിക്കണം. അതിനുവേണ്ടിയാണ് 64 പരം എന്ന ശ്രുതികൾ തന്നിരിക്കുന്നത്. അതിൽ ഈ ജനനീ നവരത്ന മഞ്ജരി എന്ന് പറഞ്ഞ കൃതി തിരുവുള്ളത്തിൽ നിന്നുള്ള ശ്രേഷ്ഠമായ അൻപിന്റെ ഒരു മുക്തിഭാവം തന്നെയാണ്. മറ്റു കൃതികളിൽ നമ്മൾ പറഞ്ഞു, ചില കൃതികളൊക്കെ ഭക്തരുടെ അപേക്ഷ പ്രകാരം കൊടുത്തപ്പോൾ ഇത് ഒരാളും ഗുരുവിനോട് ചോദിക്കാതെ ഒരു സ്വയം നമുക്ക് തന്ന കൃതിയാണിത്.
1912 ശാരദാ പ്രതിഷ്ഠ നടക്കുന്നത്. 1909 ശാരദാ പ്രതിഷ്ഠയ്ക്ക് കുറ്റിയടിക്കുന്നുണ്ട്. ആ സമയത്ത് മഹാഗുരു കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ തിരുവള്ളത്തിൽ നിന്ന് ഊറി വന്ന കനകധാരയാണിത്. ജനനി നവരത്നം, പേര് പോലും നോക്കിക്കേ, ജനനി നവരത്ന മഞ്ചരി. മഞ്ചരി എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ചരി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂങ്കുല എന്നാണ്. ഒരു വൃത്തമാണ് മഞ്ചരി എന്ന് പറഞ്ഞാൽ പൂങ്കുല എന്നർത്ഥമുണ്ട്. ടീച്ചറെ, പൂങ്കുല. അപ്പൊ ജനനിക്ക്, അമ്മയ്ക്ക് 9 രത്നങ്ങൾ കൊണ്ട് കൊടുത്ത ഒരു പൂങ്കുലയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത്? ഇതിന്റെ വൃത്തം മത്തേപ എന്ന വൃത്തമാണിത്. അതൊരു സംസ്കൃത വൃത്തമാണ്. 9 മന്ത്രങ്ങൾ കൊണ്ട് ഒരു മനോഹരമായ രത്നങ്ങൾ കൊണ്ട് കോർത്തിയ ഒരു പൂങ്കുല അല്ലേ. സാധാരണ പൂങ്കുലയ്ക്ക് ഒരു ഭംഗിയുണ്ട്. അപ്പൊ രത്നം കൊണ്ടുണ്ടാക്കിയ പൂങ്കുലയുടെ മനോഹാരിത അവർണ്ണനീയമല്ല, മനോഗോചരം. നമുക്ക് വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഈ ജനനി നവരത്ന മഞ്ചരി. ഇത് ഒരു പണ്ഡിതർക്ക് പോലും ഇതിന്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഒരു സാധാരണ ആയ നമ്മൾക്കിത് എത്രമാത്രം വിചാരം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് അത് ഗുരുവിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്കിത് തെറ്റുകൂടാതെ ചൊല്ലുക. ഇതിന്റെ ബാഹ്യമായ അർത്ഥമെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതെങ്കിലും മനസ്സിലാക്കി വെക്കുമ്പോൾ അല്പമെങ്കിലും ഈ ഗുരുവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ചൊല്ലാം. ഞാൻ ചൊല്ലാൻ നിങ്ങൾ കേട്ടിരിക്കണേ. കാരണം നമ്മൾ 2 കൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ 2 രീതിയിലായി പോകും. എൻ്റെ രീതിയും വേറെ, നിങ്ങളുടെ രീതിയും വേറെ. നമ്മൾ ഒരു രീതിയിൽ വരണം. അപ്പോൾ നമുക്ക് പദങ്ങളൊന്ന് പിരിച്ച് അതൊന്ന് ചൊല്ലി നോക്കാം. 9 എണ്ണം ചൊല്ലി നോക്കിയിട്ട് ഇന്ന് നമ്മൾ 4 മന്ത്രമാണ് വിചാരം ചെയ്യുന്നത്. 2 ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കണം. അതുകൊണ്ട് ഇതിൻ്റെ സാമാന്യ അർത്ഥം മാത്രമേ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. ആന്തരികമായിട്ടൊന്നും പോകുന്നില്ല. കാരണം അത്ര ഗഹനമാണ് ഏത് ജനനി നവരത്ന മഞ്ചരി. ഇതിൻ്റെ എല്ലാ കൃതികളും നമ്മൾ പറയും ദൈവദശകം എന്ന കൃതി കുട്ടികൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊടുത്തു അല്ലേ. അത് ദൈവോപനിഷത്ത് എന്ന് പറയുന്നത്, അത് ഒരു എന്താ പറയുക, വേദങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തി അത് എത്രയോ ദിവസങ്ങൾ വേണമെങ്കിൽ ഇരുന്ന് അതിനെ വ്യാഖ്യാനിച്ച് തരുമല്ലേ. അതുപോലെ തന്നെ ആ വേദാന്ത രഹസ്യം അതും എങ്ങനെയാണ് മധുരം പുരട്ടി കുഞ്ഞായിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ്. നമ്മൾ അറിഞ്ഞു കഴിച്ചാലും അറിയാതെ കഴിച്ചാലും മരുന്ന് കഴിച്ചാൽ ഗുണം കിട്ടത്തില്ലേ? അല്ലെങ്കിൽ മരുന്നിന്റെ മുഴുവൻ കണ്ടന്റും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഒരു രോഗിയെ മരുന്ന് കഴിക്കുന്നത് അല്ല. ആ രോഗി ഡോക്ടറെ വിശ്വസിച്ചുകൊണ്ട് ആ മരുന്ന് സേവിക്കുകയും ഭക്തിപൂർവ്വം സേവിക്കുമ്പോൾ അതിൽ വിശ്വാസത്തോടെ ചെയ്യുമ്പോഴാണ് അതിന്റെ ഫലം കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഗുരുദേവ കൃതികളൊക്കെ. അതിന്റെ മുഴുവൻ അർത്ഥവും ആന്തരികതയും ഒന്നും അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല സാധാരണക്കാരൻ മനനം ചെയ്യുന്നത്. അത് ചിലപ്പം തെറ്റു വന്നിരിക്കാം. അതൊന്നും ഒരു കുറവല്ല. എന്താ അങ്ങനെ ഒരു ചൊല്ലിൽ നമുക്ക് കുറത്തില്ലേ, ഗുരുദേവ കൃതി സകല വേദാന്തങ്ങൾ കാഴ്ച കുറുക്കി എടുത്തു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ഉപനിഷത്ത്, ദർശനങ്ങൾ എല്ലാം അതിന്റെ ഒരു സംക്ഷിപ്തതയാണ് നമുക്ക് എവിടെ കാണാൻ കഴിയുന്നത്? ഗുരുദേവ കൃതിയിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കൊന്ന് ചൊല്ലി നോക്കാവേ. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണു വലയും എന്നാശയം ഗതി പെറും നാദഭൂമിയിൽ അമർന്നാവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറുംപടി കലന്നാറിടുന്നു ജനനീ ഇല്ലാതമായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെയില്ല അനിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാതി അറിവാം തല്ലാഘവം പരകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി ഈ സല്ലാപമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഹബോധ ജനനീ ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നമിതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരം ഇരുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസിൽ മറയും കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ലറിവ് അഖണ്ഡാനുഭൂതിയിലെഴും കണ്ടാരിൽ വീണു മധുണ്ടാരമിക്കും ഒരു വണ്ടാണു സൂരി സുകൃതി ആരായുകിൽ തിരകൾ നീരായിടുന്നു
പണിനാരായിടുന്നു കുടവും പാരായിടും അതിനു നേരായിടും ഉലകമോരാകിലുണ്ടഖിലവും വേരായ നിൻ കഴലിൽ ആരാധനം തരണം ആരാലിതിന്നൊരു വരം നേരായി വന്നിടുക വേറാരുമില്ല ഗതി ഹേ രാജയോഗ ജനനീ മേലായ മൂലമതിയാൽ ആവൃതം ജനനി നീലാസ്യമാടിവിടും ഈ കീലാലമായ അനല കോലാഹലം ഭുവനമാലാപമാത്രമഖിലം കാലാദിയായ മൃദുനൂലാലെ നീയും ഒരു ലീലാപടം ഭവതിമീ മേലാകെ മൂടും അതിനാലാരുമുള്ളതറിവീലാകമാന്ത നിലയേ മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഖഗം താനായതും ധരനദീനാരിയും നരനുമാനാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും എൻ പാപമേവതിനൊരമ്പായിടുന്നറിവ് നിൻ പാദതാരിലെഴും എന്നൻപാണുമോർവി ഒരിരുമ്പാമനം ധനുർ അഹംഭാവിയാണു വിജയീ അംബാ തരുന്നു വിജയം പാപപങ്കിലം അഹംഭാനമാകും അതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാമുലകവും ഭാനമാകും അഖിലും സത്തായി നിന്ന് ഉപരി ചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും ഹൃത്തായി നിന്നതിനു വിത്തായി വിണ്ണൊടു മരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിടും വിഷയവിസ്താരമന്നം അതിനത്താവുമായി വിലസും സിദ്ധാനുഭൂതിയിലും എത്താതെയാം അതിമഹത്തായിടും ജനനി നീ ഭൂവാദിഭൂതമതിനാവാസമില്ല വെറുമാഭാസമാമിതറിവിന്നാഭാവിശേഷം ഇതിനാവാസമിന്നുലകിൽ ആപാതിതം ഭവതിയാൽ നാവാദി തൻ വിഷയിതാവാസമറ്റ ഭവതാവാസമാകെ വിലസും ദ്യോവാണതിൻ്റെ മഹിമാവാരറിഞ്ഞു ജനനീ വാഴ്ത്തുവാനും അരുതേ. എങ്ങനെയുണ്ട് ചൊല്ലിയിട്ട്? നമ്മൾ ചൊല്ലിയ പോലെയൊക്കെയാണോ ചൊല്ലിയത്? ഞാൻ ട്യൂണിന്റെ കാര്യം ഞാൻ ചോദിച്ചില്ലല്ലോ. ട്യൂണ് ഞാൻ പദം വെച്ച് ചൊല്ലുന്ന കാര്യമാണ് പറഞ്ഞത് അല്ലേ? അതാണ് ജനനീ നവരത്നമഞ്ജരി നമ്മളെല്ലാവരും ചൊല്ലുന്ന ഒരു കൃതിയാണ്. പക്ഷെ അത് നമ്മൾ ചൊല്ലുമ്പോൾ എങ്ങനെയാണ്? പദം കറക്റ്റായിട്ട് മുറിച്ച് ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം ഏകദേശം നമുക്ക് കിട്ടത്തില്ലേ? നമ്മൾ പദം മുറിക്കത്തില്ല. നമ്മളെല്ലാവരും എങ്ങനെ ചൊല്ലുന്നത്? ഈണം നോക്കി അങ്ങ് ചൊല്ലും. ഗുരുദേവകൃതി എൻ്റെ ഒരു വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമാണ്. നമ്മൾ അവിടെ ഈണമല്ല നോക്കേണ്ട, അർത്ഥമാണ് നോക്കേണ്ടത് അല്ലേ? അർത്ഥം ചോർന്നു പോകാതെ ചൊല്ലാൻ ശ്രമിക്കുക. ഈണമൊക്കെ വന്നു ചേർന്നോളും. ഇവിടെ നമ്മളെ പഠിപ്പിക്കുവാണ്. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും. പുസ്തകത്തിൽ നോക്കിയിരുന്നാലേ കിട്ടത്തുള്ളൂ. എൻ്റെ മുഖത്ത് നോക്കിയാൽ കിട്ടത്തില്ല. പുസ്തകത്തിൽ നോക്ക്, എന്നെ നോക്കണ്ട. ഇപ്പം ഞാൻ പദം പിടിച്ച് പറയുമ്പോൾ നിങ്ങൾ എവിടെ നോക്കണ്ട? പുസ്തകത്തിൽ നോക്കണ്ട കേട്ടോ, എങ്കിലേ മനസ്സിലാകത്തുള്ളൂ. എന്നാശയം ഗതിപെറും നാദഭൂമിയിൽ അമർനാവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്ന ആറിടുന്നു ജനനി. കിട്ടിയ പദങ്ങൾ ഒന്നുകൂടെ പറയാം. ഒന്നായ മാമതിയിൽ
നിന്ന് 1000 ത്രിപുടി വന്നാശു തൻ മതി മറന്ന് അന്നാദിയിൽ, ചിലര് അന്നാദിന്ന് ചൊല്ലുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും ചൊല്ലരുത്. അന്നമാണ് നമ്മൾക്ക് പ്രിയ ഇവിടെ ധ്യാനിക്കുന്നത്. ഇവിടെ അന്നം എന്നൊരു പദം കൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? ഈ ഭൗതികമായ സുഖങ്ങൾക്ക് മൊത്തം ചേർത്ത മുഴുവനോടെ കൂടി ഒരു പദം പ്രയോഗിച്ചിരിക്കുന്നതാണിത്. അന്നാദിയിൽ, ആ അന്നം തുടങ്ങിയ വസ്ത്രം മുതലാക്കിലാണ് നമുക്ക് പ്രിയം. ശരിയല്ലേ? ഇത്രയും നീളമുള്ളൊരു നാക്കിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തൊക്കെയാ ഉണ്ടാക്കി കഴിക്കുന്നത് അല്ലേ? ഇവിടെ ഈ നാക്കിന്റെ ഈ ഇത്രയും തുമ്പൊന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടോ? ഇങ്ങോട്ട് ഇവിടെ വെച്ച് ഒഴിച്ചു കഴിഞ്ഞാലോ എല്ലാത്തിനും രുചി ഒന്നുപോലല്ലേ? ആണോ? ഒന്ന് മസിൽ പിടിച്ചിരിക്കുന്നു നിങ്ങൾ. ഒന്ന് റിലാക്സ് ആയിട്ടിരുന്ന എല്ലാവരും ഒന്ന്. നിങ്ങൾ എനിക്ക് കണ്ടിട്ട് ഒരുമാതിരി എന്നെ അറിയത്തില്ലാത്തവർ മുന്നിൽ ഇരിക്കുന്നോട് തോന്നുന്നത്. നമ്മൾ പരിചയക്കാരല്ലേ? കുറച്ച് നാളുകൾക്ക് ശേഷമാണേലും നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടോ ഇങ്ങനെയൊക്കെ നോക്കുന്നത്. അപ്പോഴെന്താ പറയുന്നത്? അന്നം, വസ്ത്രം, ഇങ്ങനെയുള്ള ഭൗതികമായ സുഖങ്ങളിലാണ് നമുക്കെന്ത് പ്രിയം. അതിലുള്ള പ്രിയം കൂടുമ്പോഴാണ് നമ്മൾ എവിടെ ചെല്ലുന്നത്? ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതിപെറും നാദഭൂമിയിൽ അമർന്ന ആവിരാഭ പടരും. കണ്ട പദം, അമർന്ന് ആവിരാഭ പടരും. ചിന്നാഭി, അവിടെ എന്നാ വായി ചൊല്ലേണ്ടത്? ചിന്നാഭി. നായ വരണ്ട കേട്ടോ, നായല്ല അവിടെ, നനഞ്ഞു എന്നുള്ള ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്ന് ആറിടുന്നു ജനനി. പഠിച്ചില്ലേ? ഒന്ന് ചൊല്ലിക്കൊന്നല്ലേ കൂടെ. അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതിപെറുന്നാദ ഭൂമിയിൽ അമർന്നാവിരാപ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും വഴി കലർന്നാറിടുന്നു ജനനി. ചിന്നാഭി എന്നല്ലേ വന്നത്? ചിന്നാഭി നാ വന്ന പോലെ ഇനി എന്റെ ചെവിയുടെ പ്രശ്നം അറിയത്തില്ലേ? മഴയൊക്കെ പിടിച്ചേ. ചിന്നാഭി, നാഭി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പൂക്കൾക്കൊടി, അല്ലെ കേന്ദ്രം എന്ന അർത്ഥം നമ്മൾ പറയുന്നത്. എന്താണ്? ചിന്നാഭി അല്ലെ? അവിടെ നിന്നല്ല ഇങ്ങോട്ട് വിളിക്കട്ടെ എല്ലാവരും വന്നാൽ. അത് കണ്ടിച്ചിട്ടല്ലേ നമ്മളെല്ലാവരും ഇങ്ങോട്ട് എടുക്കുന്നല്ലേ? അപ്പം ഇവിടെ എന്താ പറഞ്ഞിരുന്നത്? ഇവിടെ ഏകമായ സത്യം എത്രയുണ്ടായിരുന്ന? സത്യം ഉണ്ടായിരുന്ന? സത്യം ഒന്നല്ലേ? ഒന്നായ ആ മതിയിൽ നിന്നാണ് 1000 ത്രിപുടിയായിട്ട് വന്ന് ഈ പ്രപഞ്ചത്തിൽ സർവചരാചരങ്ങളുമായി നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാം എന്ത് തന്നെയാണ്? ഒന്നിൽ നിന്ന്, സ്വർണത്തിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന സകല ആഭരണങ്ങൾ, വലിപ്പ ചെറുപ്പം ഒന്നുമില്ലാതെ അതിലെല്ലാം സത്യമായി നിൽക്കുന്ന എന്തോ ഉള്ളത്? സ്വർണം മാത്രമേ ഉള്ളൂ അല്ലേ? അതുപോലെ തന്നെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ സർവ്വ വസ്തുക്കളിലും സത്യമായി നിൽക്കുക. കാരണം അതെല്ലാം നശിച്ചു പോയാലും ഉടഞ്ഞു പോയാലും മണ്ണ് അവിടെ ശേഷിക്കും. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന സത്യം. ഏതാണ്? ഏകമായ ബ്രഹ്മം തന്നെയാണ് ഇവിടെ പലതായിട്ട് വന്നിരിക്കുന്നത്. അതിനകത്ത് ദർശനമാലയിൽ പോലും നമുക്ക് പറഞ്ഞു തരുന്നില്ലേ? ഇങ്ങനെ ദർശനമാല പറഞ്ഞു തരുന്നത്. കാരണം ഈ ലോകം, ഈ പ്രപഞ്ചം, വസ്തുക്കളൊക്കെ, മനുഷ്യനൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നത്. കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായെന്ന് പറയുന്നില്ലേ? അപ്പൊ നമ്മുടെ തമ്പിയോട് ഗുരു ചോദിക്കുന്നില്ലേ, അങ്ങനെയാണ് ഈ ബാല്യം കുറഞ്ഞ കുരങ്ങന്മാർ ഇപ്പോഴും നമ്മുടെ കാട്ടിലൊക്കെ കാണണ്ടല്ലേ ചോദിക്കുന്നത്? എത്ര യുക്തിപരമായിട്ട് ഗുരു നമ്മളെ ചോദിക്കാനും ചിന്തിക്കാനും പഠിപ്പിക്കുന്നല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ദർശനമാല തുടങ്ങുന്നത്. എങ്ങനെയാണ്? അസീദഗ്രി അസദേവ ഇതം ഭുവനം സ്വപ്നവത് പുനഃ സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വര. ഇത് ഉണ്ടായതെന്നേ, ഇല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ പറ്റുമോ? ശൂന്യതയിൽ നിന്ന് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു ചോദ്യം ഉണ്ടെന്നല്ലേ, മാവാണ് ആദ്യം ഉണ്ടായത്? അതൊരു ചോദ്യം തോന്നുന്നല്ലേ? അതാ പറയുന്നത്, ഇത് ആരുണ്ടാക്കിയതാണ്?
കാരണം അങ്ങനെ ഒരു വൈഭവം ഈ ബ്രഹ്മത്തിനുണ്ട്. ബ്രഹ്മത്തിലുള്ള വൈഭവം അത് പലതായി തീരട്ടെ എന്ന് പറയും. ആസീതഗിരി അസദേവത് ഇതെങ്ങനെയാണ് ഈ നിശ്ചലാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഈ ലോകം പിന്നീട് സ്വപ്നം കാണും. നമ്മൾ സ്വപ്നത്തിൽ എന്തൊക്കെ കാണാറുണ്ട് അല്ലേ? അടിപൊളി സ്വപ്നമൊക്കെ കാണുന്നുണ്ട് ചിലപ്പോൾ അല്ലേ? കണ്ണ് തുറക്കണ്ട ഉണരണ്ടെന്നൊക്കെ വിചാരിക്കുന്ന സ്വപ്നങ്ങൾ കാണാറില്ല നമ്മൾ. അപ്പൊ ഈ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഉണർന്നു കഴിയുമ്പോൾ എങ്ങനെയാണ്? എന്താ ഇതിനകത്ത് പറഞ്ഞില്ല, അദ്വൈതീവികത്ത് പറയുന്നില്ല, പേരായിരം പ്രതിഭയായിരം ഇങ്ങവറ്റിൽ ആരാലും വിഷയമായിരമാം പ്രപഞ്ചം ഒരായി നേരിത് കിനാമുണരും വരേക്കും നേരാ ഉണർന്നളവ് ഉണർന്നവനാമശേഷം. ഗുരുവിന്റെ എല്ലാ കൃതി നമ്മൾ ഗുരുവിനെ പഠിക്കാനും ഗുരുവിനെ അറിയാൻ വേണ്ടി ഒരു സ്ഥലത്തും പോകേണ്ട കാര്യമില്ല. ഇത് സാധാരണ എല്ലാവരും തന്നെ ചെയ്യുന്നത്. പശുവിനെ കൊണ്ട് എവിടെ കൊണ്ട് കിട്ടും? തെങ്ങിൽ കൊണ്ട് കിട്ടും. പിന്നെ പറയുന്നത് എന്തിനെ മുഖത്ത് പറയുന്നത്? പിന്നെ പശുവിനെ വിട്ടു. പിന്നെ ഗുരുവിനെ പറഞ്ഞു തരുമ്പോൾ അവിടുത്തെ വേദാന്തം അവര് പറഞ്ഞ വേദാന്തം അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു അവര് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നമ്മളെ പഠിത്തം. പക്ഷെ നമ്മൾ ഗുരുവിനെ അറിയണമെങ്കിൽ ഗുരുദേവ കൃതിയിലേക്ക് മാത്രം പോയാൽ മതി. ഈ ഒരൊറ്റ കൃതി വന്നപ്പോൾ നമ്മൾ എവിടെ വന്ന് ദർശനമാലയെന്ന ദർശനീയ കൃതിക്ക് അത് നമുക്ക് പോകാൻ പറ്റിയില്ലേ? അദ്വൈത ദീപിക അത് പ്രപഞ്ച രഹസ്യം ഗുരു വെളിപ്പെടുത്തി തരുന്ന ഒരു വേദാന്ത കൃതി അദ്വൈത ദീപിക. അപ്പൊ ഗുരുദേവനെ അറിയണമെങ്കിൽ ഗുരുവിന്റെ മറ്റ് ഇതര കൃതികളിലേക്കൊന്നും മനനം ചെയ്ത് നമ്മൾ പരന്നു പോകാതെ ആഴത്തിൽ ഗുരുവിലേക്ക് വരുമ്പോഴാണ് ഉറച്ച ഒരു വിശ്വാസം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ അത് വിശ്വസിക്കണോ ഇത് വിശ്വസിക്കണോ, ഒരു വിശ്വാസം മതി. ശരിയല്ലേ? ഒന്നിലും വിശ്വസിച്ചാൽ മതിയില്ലേ? കാരണം ഒരു നദി കടക്കാൻ വേണ്ടി ഒരു തോണിയുടെ ആവശ്യമുള്ളൂ. പല തോണിയെ കയറി നമുക്ക് നദിയക്കരെ കിടക്കേണ്ട കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു തോണി ഉറപ്പിക്കുക. തീർച്ചയായിട്ടും ഗുരുദേവൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് എവിടെയെല്ലാം ഓടുന്നത്. കൃപാസനം മുതൽ എവിടെയെല്ലാം ഓടുന്നല്ലേ? നമ്മളോട് എന്നിട്ട് അവർ പറയും അവിടെ ചെന്നാൽ അങ്ങനെ കിട്ടും. ഒരിടത്തുനിന്ന് കിട്ടത്തില്ല, എവിടുന്നേ കിട്ടത്തുള്ളൂ. നമ്മുടെ ഉള്ളിലിരിക്കുന്നത് തെളിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടാനുള്ളത് കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരിടത്ത് ഓടി നടന്നാൽ ഒരാൾക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്നാശു തന്മതി മറന്ന്. അപ്പൊ ഈ ആദ്യം നീ എന്തായിരുന്നു? ഏകമായ ആദ്യ കാരണമായ സത്യം. ഇത് നമുക്ക് എവിടെ പറഞ്ഞിരുന്നുണ്ട്? നമ്മളൊക്കെ പണ്ടൊക്കെ ചൊല്ലാറില്ല ഹരിനാമത്തായി. ഇപ്പൊ അതൊന്നും ചൊല്ലാറില്ല. ഇപ്പൊ എല്ലാവരും നാരായണത്തിന് പുറകെ പോകുന്നത്. ഓങ്കാരമായ പൊരുൾ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിന് ആളായി നിന്ന പരമാനന്ദ പരമാചാര്യ. പിന്നെ അത് പിന്നെ ബാക്കി ഞാൻ മറന്നു. പിന്നെ അതെ ഒന്നായ നിന്നീഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരെന്തൽപത മിണ്ടാവതല്ല. പണ്ടേ കണക്ക് വരുവതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? കാരണം നീ ഒന്നായിരുന്നു. ആ ഒന്നായ നിന്നെ ഞാൻ പലതായിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ഇണ്ടൽ ഭ്രമം ഉണ്ടായിപ്പോയത്. എങ്ങനെയാണ് നമുക്കറിയാവുന്നത്. അപ്പൊ എനിക്ക് പണ്ടേ കണക്ക് വരണമെന്നാണ് ആദ്യം ആചാര്യനെ സ്തുതിച്ചുകൊണ്ട് എഴുത്തച്ഛൻ പോലും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ ഒന്നേലേക്ക് നിന്ന് നമ്മൾ എങ്ങനെയാ പോകുന്നത്? നമ്മൾ ബഹു ദൈവ ആരാധനയിലേക്ക് പോവുക ചെയ്യുന്നത്. അവിടെയാണ് ഗുരു നമ്മളെ ഏകമായ സത്യത്തിലേക്ക്, ബ്രഹ്മത്തിന്റെ പ്രതീകമായ ദേവീദേവ സങ്കല്പങ്ങളോട് ഗുരു നമ്മളെ എങ്ങോട്ടാ കൈപിടിച്ചു കൊണ്ടുപോയത്? ഏകമായ ബ്രഹ്മസത്യത്തിലേക്കാണ് കൊണ്ടുപോയത്. ഗുരുവിന്റെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏത് കൃതിയാണ്? വിനായക ഒരൊറ്റ കൃതി തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയ ഏതെങ്കിലും ഒരു വിനായകനെയാണോ നമുക്ക് പറഞ്ഞു തന്നത് ഗുരു? അല്ലല്ലേ? പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന ആ ബ്രഹ്മസത്യത്തെ വിനായക രൂപത്തിലാണ് ഗുരു നമുക്ക് പറഞ്ഞു. എണ്ണിയാലൊടുങ്ങാത്ത 1000 ത്രിപുടികൾ ഉണ്ടായി. ആശു എന്ന് പറയുന്നില്ല, ഒട്ടും കാലതാമസം കൂടാതെ ആശു എന്ന വാക്കിനൊക്കെ തൻ മതി മറന്ന്. അപ്പൊ താനാകുന്ന ആ സത്യത്തെ, ആ ബുദ്ധിയെ, ആ ബോധത്തെ മറന്നുപോയി. അപ്പൊ നമ്മളെങ്ങനെയാ വിചാരിച്ചു? നമ്മളെല്ലാം പലതാണെന്ന് വിചാരിച്ച് ആ ഏകമായ സത്യത്തെ മറന്ന് നമ്മളെല്ലാവരും വേറെ വേറെയാണെന്ന ചിന്തയിൽ തൻ മതി മറന്ന് പിന്നെ എങ്ങനെയാ വന്നത്? നമുക്ക് അന്നാദിയിൽ പ്രിയമുയർന്നു. അന്നം, വസ്ത്രം, അങ്ങനെ ബാഹ്യമായ ഭൗതികമായ സുഖങ്ങളിൽ നമ്മൾ ആസക്തരായി. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഇന്ന് നല്ല കറിയൊക്കെ കൂട്ടിയാണ് കഴിച്ചത്, നാളെ കറി മടുപ്പാണ്. എങ്ങനെയാ? ഷോ നല്ല അടിപൊളിയായിരുന്നു അല്ലെ? ഇന്നലെ പോയ സദ്യ അടിപൊളിയായിരുന്നു. അതിനോർത്ത് നമ്മൾ ഇന്നലെ കിട്ടിയ ഒരു ചമ്മന്തി ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാം അല്ലേ? ശരിയല്ലേ? ഭക്ഷണം വിശപ്പാണ് ഏറ്റവും രുചിയുള്ള കറിയെന്ന് പറയുന്നത്. അത് നമ്മുടെ ബോധിതീർത്ഥ സ്വാമികൾ ഒരിക്കലും പറഞ്ഞതാ. കുന്നുമാറെ ചെന്നപ്പോഴേ ആൾക്കാർ അതും ഇതെല്ലാം കഴിച്ചെല്ലാം കടിച്ചു തുറച്ചെല്ലാം കളയുന്നേ. അപ്പോൾ സ്വാമി ചോദിച്ചേ,
ഏതാണ് ഏറ്റവും രുചിയുള്ള കറിയെന്ന്. അപ്പോൾ ഓരോരുത്തരും അവരുടെ മനോധർമ്മം വെച്ച് ഓരോ കറിയുടെ പേരെല്ലാം പറഞ്ഞു. എല്ലാം കേട്ടിട്ട് അവസാനം സ്വാമി പറഞ്ഞേ, എന്നാൽ ഞാനൊരു കറി പറയാമെന്ന് പറഞ്ഞു. ആ കറിയാണ് ഏറ്റവും രുചിയുള്ള കറി എന്നത്. അപ്പം എല്ലാവരും എന്തോ ഏത് കറിയാണ്? അപ്പോൾ സ്വാമി പറഞ്ഞു വിശപ്പ്. ആ വിശപ്പ് എന്ന് പറയുന്ന ആ ഒരു കറി ഉണ്ടെങ്കിൽ എന്ത് കിട്ടിയാൽ നല്ല ടേസ്റ്റ് അല്ലേ? എന്തിനും നല്ല രുചി. വിശന്ന് ഇരുന്നൊക്കെ ആഹാരം കഴിക്കും. നമ്മളൊക്കെ വിശന്നാണ് ആഹാരം കഴിക്കുന്നത്. ആണ്ടിലോ സംക്രാന്തിയിലോ ഒരു മഹാസമാധിക്ക് അറിയും ചിലരൊക്കെ ഒന്ന് വിശന്ന് ആഹാരം കഴിക്കുക. ശരിയല്ലേ? അല്ലാതെ നമ്മൾ എപ്പോഴും വിശക്കുന്നതിന് മുമ്പേ അങ്ങ് ഒരു മണി കഴിക്കണം, കഴിച്ചേക്കോ നമ്മളല്ലേ. വിശന്നോ ഇല്ലയോ നമുക്കൊന്നും നോക്കാറില്ല. മണി നോക്കിയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ പറയുന്നത്, അങ്ങനെ അന്നാദിയിൽ പ്രിയം ഉയർന്ന് അപ്പോഴാണ് നമ്മൾ എന്ത് കടലിൽ പോയത്? ആടല് ദുഃഖമാകുന്ന കടലിൽ, അഥവാ അലച്ചലിൻ്റെ ആ കടലിൽ. പിന്നെ അലച്ചിലല്ലേ ജീവിതം, ഒരു അലച്ചിലല്ലേ. ആർക്കെങ്കിലും സമയമുണ്ടോ? സമയമില്ലെന്നേ. എന്ത് വെച്ചിട്ടുണ്ടോ സമയമില്ല. 24 മണിക്കൂർ കൂടുതൽ വല്ലതും ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? പക്ഷെ നമ്മളൊക്കെ പറയുന്നത് നമുക്ക് സമയമില്ലെന്ന് പറഞ്ഞാൽ ആ സമയത്തെ നമ്മൾ ക്രമീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. എന്നോട് ചിലർ ചോദിക്കും സമയമില്ലല്ലേ, ഭയങ്കര തിരക്കാണ്. 24 മണിക്കൂർ ചുമ്മാ ഇരിപ്പം കടന്നു പോകും. ഇതെല്ലാം എന്നോട് സമയമില്ലെന്ന് വെച്ചിട്ടുണ്ട്. ചിലരുടെ അവർ മുമ്പിൽ പറഞ്ഞേക്കൊരു സമയമില്ലെന്നേ. എനിക്കിഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ. അങ്ങനെ എനിക്കറിയില്ല, എനിക്കിഷ്ടം പോലെ സമയം. വീട്ടിലെ ജോലിയിൽ എല്ലാവർക്കും പഠിച്ചു 2 കൂട്ടം കറിയും വെക്കണം, അതൊക്കെ വെക്കണം. നമ്മൾ ക്രമീകരിക്കുന്ന പോലെ നമുക്ക് ചുമ്മാ ഇരിക്കണമെങ്കിൽ ചുമ്മാ ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ വൈകുന്നേരം വരെ കിടന്ന് പണിയുന്നവർക്ക് ചിലരില്ലേ വൈകുന്നേരം വരെ കിടന്ന് പണിയാവും. പണി എന്താ കാണാനുമില്ല. അത് നമുക്കൊരു ക്രമീകരണം ഇല്ലാത്തതുകൊണ്ട്. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലോ നമ്മൾ എന്താ ചെയ്യുന്നത്? രാവിലെ എല്ലാം തീർത്തിട്ട് നമ്മൾ പോകേണ്ടടുത്ത് പോകത്തില്ല. അപ്പോൾ ആ ഒരു ക്രമീകരണം ചിട്ട നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു സമയം കിട്ടും. അപ്പോൾ സമയം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഒരു വലിയ തള്ളാണേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ? എന്നാൽ ചിലർക്കൊക്കെ സമയം ഇല്ലാത്തവർ കാണുമായിരിക്കും. പക്ഷെ 90% ആൾക്കാർക്കും എല്ലാത്തിനും സമയം ഇവിടെ തികയുന്നുണ്ടല്ലേ? അതിനുള്ള ജോലികളൊക്കെ അല്ലേ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും സമയമില്ലെന്ന് അങ്ങനെ പറയത്തില്ല അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നല്ലേ? നോക്കി, ഒന്നായി വീണു വലയും എന്നാശയം. ഇവിടെ എൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇരിപ്പിടമെന്നും അർത്ഥമുണ്ട്, എൻ്റെ മനസ്സെന്നും ഒരർത്ഥം പറയുന്നുണ്ട്. എന്നാശയം ഗതി പെറും നാഥഭൂമിയിലമർന്ന്. അപ്പൊ നമ്മുടെ ഗതി എവിടെയാണ് പെറുന്നത്? എവിടെയാണ്? എന്ത് അന്തിമമായ മനുഷ്യ ലക്ഷ്യം എന്താണ്? മോക്ഷം കിട്ടുക എന്നാണ്. സ്വർഗത്തിൽ കയറുക എന്നാണോ? ആണോ? സ്വർഗമൊന്നും ശാശ്വതമല്ല. അവിടെ നമ്മുടെ സുഹൃതം നശിച്ചു കഴിയുമ്പോൾ ആ സ്വർഗത്തിൽ നിന്ന് വീണ്ടും നമ്മൾ എവിടെ വരും? ഈ സംസാര ചക്രത്തിൽ നമ്മൾ വീഴും. അപ്പം നമുക്ക് ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? മനുഷ്യന്റെ ഭുക്തിയും മുക്തിയും നൽകും. എന്താ കിട്ടുന്നത്? അഭൂരി മാഹാത്മ്യമേകും കണ്ണിൽ കോണാന്ന് കാണണം അല്ലേ? ഗുരുപദ കമലം എന്ന് പറയുന്നത്. കാരണം ഈ ലോകത്തിൽ ഒരു ജീവന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് അത് എവിടെ നിൽക്കുന്നു വന്നോ അവിടേക്ക് തന്നെ തിരിച്ചു പോവാന്നാ. അവിടെ ആണ് നമുക്ക് സ്വസ്ഥ ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് വേറെ എങ്ങും പോകാനൊരു തോന്നില്ല. അപ്പൊ അങ്ങനെ പോണെങ്കിൽ, അങ്ങനെ ജീവന് അവിടെ സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ എന്തിനെ ആശ്രയിക്കണം? മണ്ണില് ഈ ഭുക്തിയും മുക്തിയും നൽകണമെങ്കിൽ അതൊരു ഗുരുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ലാതെ വേറൊരാൾക്കും സാധിക്കത്തില്ല. ദേവലോകം നമ്മൾ കേട്ടിട്ടില്ലേ? ദേവലോകത്തിൽ ഇന്ദ്രന് ദേവന്മാരെല്ലാവരും ഇരിക്കും. അവരെല്ലാവരും വന്ന് നേരത്തെ ഉപവിഷ്ടരായിട്ടിരിക്കും. ഉപവിഷ്ടരായിക്കണം. ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഉപവിഷ്ടരാകുന്നത് ഒരു വാക്കല്ലേ? നമ്മൾ ഈ ട്രങ്കുപെട്ടി പറയുന്ന പോലെ കേട്ടോ. ചില പദങ്ങളൊക്കെ നമ്മളല്ല ക്യാച്ച് പിടിച്ചതല്ലേ വന്നതല്ലേ? അയ്യോ അടിപൊളി ക്യാച്ച് പിടിച്ച്. അപ്പൊ ചില വാക്കുകളൊക്കെ നമ്മൾ അങ്ങനെ തന്നെ പറയും. അപ്പം ഉപവിഷ്ടരായിരിക്കുന്ന സമയത്ത് ദേവഗുരുവായ ബൃഹസ്പതി കയറി വരുമ്പം ദേവന്മാരെല്ലാം ഞങ്ങൾ വലിയ ദേവന്മാരാണെന്നുണ്ടെങ്കിൽ ഇരിക്കുമല്ലേ? അവരെല്ലാവരും എഴുന്നേൽക്കും. അപ്പോൾ ഒരു ഗുരുവിൻ്റെ പ്രാധാന്യം അത്രയ്ക്ക് മഹത്തരമാണെന്ന് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും കാണിച്ചു തരുന്നുണ്ട്. അവിടെയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ ചൈതന്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം വേറൊരു നാമവും സ്വീകരിച്ചില്ല. എന്തെങ്കിലും നാമം സ്വീകരിച്ചു അവിടുന്ന്? നാരായണ ഗുരു എന്നാണ് സ്വന്തം പേര് എഴുതിയത്. അപ്പോൾ ഗുരു എന്ന വാക്കിന് അർത്ഥം അറിയാതെ ഗുരു അങ്ങനെ ചെയ്യുമോ? ഇല്ല. ഗുരു എന്ന വാക്കിന് വേദാഗമ സാരങ്ങൾ അറിഞ്ഞത് അങ്ങ് ഒരുവൻ തന്നെ. അവിടുന്ന് മാത്രമേ ഉള്ളൂ വേദങ്ങളുടെയും ആഗമങ്ങളുടെയും സാരം അറിഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് അവിടത്തേക്ക് ഭേദാദികളൊന്നും ഇല്ലാതിരുന്ന ആശാൻ വെറുതെ പാടിയതല്ല. ബാക്കി എല്ലാവർക്കും ഭേദചിന്തയുണ്ടായിരുന്നു. തൻ്റേത് പ്രിയപ്പെട്ടത്, തനിക്ക് വേണ്ടതെല്ലാം നല്ലത് എന്നൊരു പ്രിയത്തിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടായിരുന്നു. കൃഷ്ണനില്ലായിരുന്നോ? ശ്രീകൃഷ്ണന് ഒരു മമത ആരോടുണ്ടായിരുന്നു? പാണ്ഡവരോടുണ്ടായിരുന്നു. ശരിയല്ലേ? അതുകൊണ്ടല്ലേ ജയദ്രഥനെ കൊന്നപ്പോൾ
നമ്മൾ കഥ പറയുന്നില്ലേ, ആ സൂര്യനെ മറച്ചെന്ന് പറയുന്നു, മറച്ച് ജയചന്ദ്രനെ ഇറക്കിക്കൊണ്ടുവന്ന് അല്ലേ, അങ്ങനെ ഒരുപാട് കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എവിടെയൊക്കെയോ മമതയുണ്ട്, ആരോടൊക്കെയോ ഉണ്ട്. മിക്കവാറും എല്ലാ അവതാരങ്ങളും നമുക്ക് ഇവിടെ കാണാം. പിന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ 73 സംവത്സരം നീണ്ടുനിന്ന ജീവിതത്തിൽ ഒരിക്കലും ആരോടും ഗുരുവിന് അമിതമായ മമതയുള്ളതായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? കാരണം സകല വേദങ്ങളുടെയും ആഗമങ്ങളുടെയും പൊരുളറിഞ്ഞ് അവിടത്തേക്ക് അറിയാം ഈ സർവ്വചരാചരങ്ങളും തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നത്. അന്നേത് മോഹം അന്നേത് ശോകം ഏകത്വത്തിൽ ഈശാവാസ്യം എന്ന് പറഞ്ഞ ഒരൊറ്റ ഉപനിഷത്ത് തന്നെ മലയാള ഭാഷയിലേക്ക് ഗുരു തന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ആ ചൈതന്യം ഏകമായ സത്യമാണ് ഇവിടെ ഉള്ളതെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് അന്തിമമായ ലക്ഷ്യത്തെ ആ പ്രാപ്തമാകുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടേക്ക് വന്നിരിക്കുന്നത്. അല്ലാതെ ഇനി ഒരു ജന്മം എടുത്ത് നമുക്ക് ഇവിടെ വരണോ? വേണം. വിസയൊന്നും നമുക്ക് വേണം. നമുക്ക് ഈ പാസ്പോർട്ട് എടുത്ത് തന്നെ ഇവിടെ തന്നെ അങ്ങ് അടുത്ത ജന്മം വേണ്ടേന്ന് പറയല്ലേ. ശരിയാ. അമർന്ന ആവിരാഭ പടരും, അതായത് നേരിട്ട് അനുഭവപ്പെടുന്ന തരത്തിലുള്ള പ്രകാശം എങ്ങും പടരുന്നതായ ചിന്നാഭിയിൽ, ചിത്താകുന്ന നാഭിയിൽ, അതായത് അറിവാകുന്ന ആ കേന്ദ്രത്തിൽ ത്രിപുടി അറുംപടി, ആ ത്രിപുടി അറിവ്, അറിയപ്പെടുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, ഈ 3 എണ്ണമാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാത്തിലും ഉള്ളത്. ഒരറിവുണ്ട്, ആ അറിവിനെ അറിയുന്ന ഒരു ആളുണ്ട്, പിന്നെ ആ ഒരു വസ്തു ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം. ആ ത്രിപുടി മുടിഞ്ഞു പോകണമെന്നാണ് ഗുരു എവിടെയും പഠിപ്പിക്കുന്നുണ്ട്. ആത്മോപദേശ ഘടകത്തിൽ പഠിപ്പിക്കുന്നില്ലേ? ഇവിടെയും പറയണേ ത്രിപുടി അറുംപടി എന്നാണ് കലർന്ന് ആറിടുന്നത്. കലരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നീയും ഞെരിക്കെ കലരുവതിന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? സുബ്രഹ്മണ്യനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പൊ നീ എന്നോടും ഞാൻ നിന്നോടും ആ ഞെരിക്ക കലർന്ന് ഞാനും നീയും എങ്ങനെ ആയിരിക്കണം? ഒന്നായി തീരും. നാം ഇതാ ദൈവത്തോട് ഒന്നായി പോകുന്നു. ഒരു ആത്മവിലാസത്തിൽ ആത്മസ്വരൂപം പറഞ്ഞു തന്നില്ലേ? അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ ആ ആദിമമായ സത്യം ഇവിടെ നിന്ന് വന്നോ അവിടേക്ക് ലയിച്ചു ചേരണം. ഉപ്പുപാവ ഉപ്പായി തീരുന്നത് പോലെ. കടലിൽ എങ്ങനെയായിരുന്നത്? ഉപ്പായി തീരുവല്ലേ ചെയ്യുന്നത്. ഉപ്പിട്ട് അതിൻ്റെ ആഴളക്കാൻ പോകാൻ പറ്റുമോ? അതിന് അത് ഉപ്പിലേക്ക് ലയിച്ചു പോയത്. അപ്പൊ ഈ വേദാന്തത്തിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഈ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ചൈതന്യമാണ്. ചാന്തോക്യോപനിഷത്തിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഉദ്ദാലക മഹർഷി തൻ്റെ പുത്രനായ ശ്വേതകേതുവിന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് നമുക്ക് ആ ബ്രഹ്മസത്യം പറഞ്ഞു തരുന്നത്. കാരണം ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറഞ്ഞു. ബ്രഹ്മം എന്താണെന്ന് അത് എവിടെയൊക്കെ ഉണ്ട് എന്ന് മകൻ ചോദിച്ചപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ തലേ ദിവസം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അതിനകത്ത് കുറച്ച് ഉപ്പ് കല്ലിടാൻ പറഞ്ഞു. അപ്പോൾ ഉപ്പ് കല്ലിട്ടിട്ട് നേരം വെളുത്തപ്പോൾ മകനോട് പറഞ്ഞു ശ്വേതകേതു ആ ഗ്ലാസ്സിന് ഉപ്പും വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഇട്ട ഉപ്പുകല്ലുണ്ട് അതിനകത്ത്. അപ്പം പറഞ്ഞ് ആ മുകൾ ഭാഗം ഒന്ന് രുചിച്ച് നോക്കാൻ പറഞ്ഞു. തൊട്ടൊന്ന് രുചിച്ചപ്പോൾ അവിടെ എന്താണ്? ഉപ്പ് രസം. ഇനി അതിൻ്റെ മധ്യഭാഗത്ത് നിന്ന് രുചിക്കാൻ പറഞ്ഞു. അവിടെ എന്താണ്? ഉപ്പ് രസം. ഇനി അതിൻ്റെ ഏറ്റവും അടിയിൽ നിന്നൊന്ന് രുചിക്കാൻ പറഞ്ഞു. തൊട്ട് രുചിക്കാൻ പറഞ്ഞു. അവിടെ എന്ത് രസമായിരുന്നു? ഉപ്പ് രസം. അപ്പോൾ അവിടെ അപ്പം ബ്രഹ്മ എവിടെയൊക്കെ ഉണ്ട്? എങ്ങനെയാണോ ഈ ഉപ്പ് ഈ വെള്ളത്തിൽ മുഴുവൻ ലയിച്ചിരിക്കുന്നത് അതുപോലെ ഈ സർവ്വ ചരാചരങ്ങളിലും ലയിച്ചിരിക്കുന്നത് ഒരേ ബ്രഹ്മചൈതന്യമാണ്. അത് നീയാകുന്നു. അതാണ് വിശ്വോത്തരമായ നമ്മുടെ തത്വം അസി, അത് നീയാകുന്നു എന്ന ആ മന്ത്രം എവിടെ നിന്നെടുത്താണ്? ചാന്തോക്യ ഉപനിഷത്തില് ഉദ്ദാലക മഹർഷി ശ്വേതകേതു എന്ന പുത്രൻ ഉപദേശിക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ കഥകളിലൂടെ അത് പിന്നെ ഒരു ആഞ്ഞിലിയുടെ കുരു എടുത്തുകൊണ്ട് വന്ന് അതിനെ പൊട്ടിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയും. കാരണം അതിന് ഉദാഹരണം പറഞ്ഞാൽ കാരണം ഏറ്റവും ചെറിയ വിത്തല്ലേ ആഞ്ഞിലിക്കുരുവിൻ്റെ വിത്ത്. ആഞ്ഞിലിയല്ല, ആ അരയാലിൻ്റെ ആലിൻ്റെ വിത്ത്, കുഞ്ഞു വിത്തല്ലേ. ആ കുഞ്ഞു വിത്തിനകത്താണ് ഒരു വടം വൃക്ഷം ഇരിക്കുന്നത് അല്ലേ? നമുക്ക് കാണാൻ പറ്റുമോ? അത് വളർന്നല്ലേ, അതിലില്ലാത്ത സാധനം ഉണ്ടായി വരുമോ? അതിൽ ഒളിഞ്ഞിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ബ്രഹ്മത്തിലാണ് ഈ സർവ്വതും ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നത് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഒന്നാമത്തെ മന്ത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് ഗുരു? ഇവിടെ ഏകമായ ഒരു സത്യം മാത്രമേ ഉള്ളായിരുന്നു. ആ സത്യം തന്നെയാണ് ഇവിടെ പലതായിട്ട് 1000 ത്രിപുടിയായിട്ട് ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയുള്ള അതിൽ ഭ്രമിച്ച് അന്നം വസ്ത്രം ഇങ്ങനെയുള്ള ഭൗതികമായ സുഖങ്ങളിൽ ഭ്രമിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്തുണ്ടായത്? ദുഃഖത്തിൻ്റെ അലച്ചിലിൻ്റെ ഒരു വലിയ കടലിൽ വീണ് നമ്മളങ്ങ് വലയുകയാണെന്നും അതിനുശേഷം
നമ്മൾ എന്തായി തീരണം? എന്നാശയം ഗതിപെറും നാഥഭൂമിയിലാണ്, നീയാകുന്ന ആ നാഥഭൂമിയിൽ അമർന്ന് അതായി തീരാൻ എനിക്ക് സാധിക്കുന്നത് എന്നാണെന്ന് നമ്മൾ ആരോട് ചോദിക്കുന്നത്? അമ്മയോട് ചോദിക്കുന്ന രൂപത്തിൽ എന്നാണ് ഇതെല്ലാം അടങ്ങി ഒന്ന് നിന്നിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ മന്ത്രത്തിൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ ഗുരു പഠിപ്പിക്കുന്നത്. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തൻ മതി മറന്ന് അന്നാദിയിൽ ആശു തൻ മതി മറന്ന് ആശു തൻ മതി മറന്ന് അതായത് ആശു എന്ന് പറഞ്ഞാൽ ഒട്ടും കാലം വന്ന് ആശു തൻ മതി മറന്ന് അങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്ന് ആശു തന്മതി മറന്ന് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ അത്രയും പിടിച്ചു വരുമ്പോൾ നമുക്ക് ചൊല്ലുന്ന ഒരു അഭംഗി വരും. അത് മനസ്സിലാക്കുക കേട്ടല്ലോ. വന്ന് അവിടെ നിർത്തി ആശ എടുക്കുന്നതിനേക്കാൾ ആ ആശയോടെ കേറി വരണം. ചൊല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം. ഇനി രണ്ടാമത് ഇല്ലാതെ മായയിടും ഉല്ലാസം ഒന്നും അറിവല്ലാതെ ഇല്ല അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യം അതും എല്ലാം ഒരാദി അറിവാം തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി ഈ സല്ലാപമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഘ ബോധ ജനനി. ഇവിടെ മിക്കവാറും നമ്മൾ ആലാപനത്തിൽ കേൾക്കുന്നതാണ് ഇല്ലാതെ. തേ അല്ല തായാണ്. കാരണം അർത്ഥത്തിൽ ഒരുപാട് വ്യത്യാസം. ചില വാക്കുകൾ നമ്മൾ ഇച്ചിരി തെറ്റി ചൊല്ലിയ പോലെ അതിൻ്റെ അർത്ഥം മാറുന്നില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ അജഗജം പോലെ അർത്ഥ വ്യത്യാസമാണ്. ഇല്ലാതെയും ഇല്ലാതെയും. ഇല്ലാതെ എന്ന് പറഞ്ഞാൽ അതില്ലാതെ പറ്റത്തില്ല. കാരണം അത് കൂടിയേ നമുക്ക് തീരൂ. അവളില്ലാതെ ഞാൻ പോകത്തില്ല. നമ്മൾ പറയത്തില്ലേ അവളെ കൂടെ വേണം, നമ്മൾ പറയത്തില്ല. അതിനകത്ത് തന്നെ അവൾ എൻ്റെ കൂടെ വേണം, അവളില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയാം. അല്ല അവനില്ലാതെ പറ്റില്ല, അത് കൂടാതെ പറ്റില്ല. ഇപ്പം തേ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കൂടെ വേണമെന്ന് അർത്ഥമില്ല. ഇവിടെ ഇല്ലാത എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ്. ആ വാക്കിന് അർത്ഥം എന്താണ് വരുന്നത്? ഇല്ലാത്തതാണ് എന്ന അർത്ഥമാണ്. ഇല്ലാത. അപ്പൊ നമ്മൾ ചൊല്ലുമ്പോ എങ്ങനെയായിരിക്കണം ചെല്ലേണ്ടത്? ഇല്ലാത. എങ്ങനെയാ പറഞ്ഞേ? ഇല്ലാത പറഞ്ഞേ. ആ ഇല്ലാത മായ. മായ ഉള്ളതാണോ? ഇല്ല. ഉറപ്പിച്ച് ഗുരു പറയും ഇല്ലാത മായ. ഈ ഇല്ലാത്ത മായയാണ് കണ്ട പ്രശ്നം മുഴുവൻ നമുക്ക് ഉണ്ടാക്കുന്നല്ലേ. കാരണം ഈ ബ്രഹ്മത്തില് നമ്മൾ ചേർന്ന് നിൽക്കുന്നതാണ് ഈ മായ എന്ന് പറയുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമല്ല ഈ മായ എന്ന് പറയുന്നത്. അത് രണ്ടും ഒന്നായിട്ട് നിൽക്കുക. കാരണം ഈ ഇതിനെ മൂടി വെച്ചിരിക്കുകയോ ചെയ്യുന്നു. ഒരു ചെറിയ ഇത് മുന്നോട്ട് ഒരു പറഞ്ഞു തരുന്നില്ലേ, ഈ ബ്രഹ്മത്തിനെ മറച്ചു വെച്ചിരിക്കുകയാണ് ആര്? ഈ മായ. ഈ മായയുടെ പടം മാറിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് കാണാൻ തെളിഞ്ഞു കിട്ടത്തുള്ളൂ? ആ ബ്രഹ്മത്തെ തെളിഞ്ഞു കാണാൻ സാധിക്കത്തുള്ളൂ. ശിവഗിരി ചെല്ലുന്നവരുടെ ഗുരു ആരെ കാണാൻ ആദ്യം പറയുന്നത്? നമ്മുടെ അമ്മയെ കണ്ടോന്നാ ചോദിച്ചല്ലേ. കാരണം നമ്മുടെ അമ്മ നമ്മിൽ നിന്ന് ഭിന്നയാണോ? അല്ല. നമ്മെ നിങ്ങൾക്ക് അല്പമെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം ആരെയാണ് കാണണ്ടേ? നമ്മുടെ അമ്മയെ കാണാം. നമ്മുടെ അമ്മ ആരാണ്? മായാസ്വരൂപിണിയായ ആ അമ്മയാണ് ഗുരു ആദ്യം നമുക്ക് തന്നത്. അതിനുശേഷമല്ലേ സാക്ഷാൽ ബ്രഹ്മസ്വരൂപമായ ഗുരുവിനെ അവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നല്ലേ. കാരണം അവിടെ ആദ്യം എന്തായിരുന്നു? ശിവഗിരിക്കുന്നില് ശിവനായിരുന്നു. ആ ശിവന്റെ വിഗ്രഹം ഉടഞ്ഞു പോയ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. ശിവന്റെ വിഗ്രഹം ഉടഞ്ഞു പോയപ്പോൾ ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു 5 തെങ്ങിൽ പ്രതിഷ്ഠ നടത്തുന്ന സമയത്തായിരുന്നു ഇവിടെ തീ കത്തുകയും അവിടെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ആ സമയത്ത് ഗുരുവിന് സങ്കടമായിട്ട് വന്നത്. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? ശിവൻ ഇങ്ങും നാം അങ്ങും അല്ലേ. അപ്പൊ നാമും ശിവനും രണ്ടാണോ? ശിവൻ ഇരുന്നിടത്താണ് ആയിരിക്കുന്നത്? മൂർത്തി സ്വരൂപത്തിൽ നമുക്ക് ആ ഒരു ബ്രഹ്മമൂർത്തി രൂപത്തിൽ വന്നതെന്ന് ഗുരുവിന്റെ പ്രഥമ ശിഷ്യൻ വെറുതെ പറഞ്ഞു തന്നതല്ല. ആ ലിംഗരൂപത്തിൽ അടയാള രൂപത്തിൽ നമ്മൾ ശിവനെ കാണുന്നുണ്ടെങ്കിൽ ആ ശിവന്റെ സാക്ഷാൽ മൂർത്തി സ്വരൂപം, ബ്രഹ്മത്തിന്റെ ഒരു മൂർത്തി സ്വരൂപം തന്നെയാണ് ഇന്ന് നമ്മൾ ശിവഗിരി കുന്നിൽ ചെന്നാൽ കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു ക്ഷേത്രത്തിനും
മഠം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്ര സങ്കല്പത്തിലല്ലേ നമ്മൾ ശാരദയെ പൂജിക്കുന്ന അവിടെ മുകൾ ഭാഗത്ത് ഒരു സമാധി സ്ഥലം ഉണ്ടാവത്തില്ല. ഗുരുവിന്റെ ദിവ്യ കളയപരമല്ല അവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. കാരണം ഗുരു ആര് തന്നെ ആയതുകൊണ്ടാണ്. സാക്ഷാല് പരബ്രഹ്മം തന്നെയാണെന്ന് അതിന്റെ എല്ലാ അടയാളങ്ങളും എല്ലാ സാക്ഷ്യങ്ങളും ഇവിടെ അവശേഷിപ്പിച്ച ഗുരു പോയിരുന്നത്. പക്ഷെ നമ്മളാരും എന്ത് ചെയ്യുന്നില്ല, അന്വേഷിക്കുന്നില്ലല്ലേ. അതുകൊണ്ടാണ് ആശാൻ ആദ്യം തന്നെ ആരായുകിൽ അന്ധത്വം ഒഴിച്ച് ആരാൽ വിളക്കരികിലില്ല പിശാചി ദന്തകാരം മറന്നവൻ ഇരട്ട് പിശാച് പോലെ ഒന്ന് അദ്വൈതം പറയുന്നല്ലേ. ആരുടെ അരികിലാണോ വിളക്കില്ലാത്തത് അവനാണ് ഇരുട്ട് പിശാച് പോലെ തോന്നുന്നത്. വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇരുട്ട് പിശാചിനെ പോലെ തോന്നുമോ? അവിടെ ഇരുട്ടുണ്ടോ? ഇല്ല. കാരണം ആ വിളക്ക് അണഞ്ഞിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആരായിക എന്ന പദം വളരെ ശ്രേഷ്ഠമായൊരു പദമായിട്ട് ഗുരുവും പ്രയോഗിച്ചിട്ടുണ്ട്. ഗുരുവിന്റെ വത്സല ശിഷ്യനും നമുക്ക് പ്രയോഗിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ പറയാണ്, ഇല്ലാതെ മായയിടും ഉല്ലാസം ഒന്നും അറിവല്ലാതെ ഇല്ല. എന്താ പറഞ്ഞു? ഈ മായ പരമാർത്ഥത്തിൽ ഇല്ലാത്ത ഈ മായ കാണിച്ചു തരുന്ന ഉല്ലാസങ്ങള്, ആ ലാസം എന്ന് പറഞ്ഞാൽ എന്തിനാ? മുഴുകുക എന്നൊക്കെ രസിക്കുക എന്ന് പറയത്തില്ലേ, അതിൽ അമർന്നിരിക്കുക, സന്തോഷിച്ചിരിക്കുക. ഈ മായ നമുക്ക് ഉണ്ടാക്കി തരുന്ന ആ സന്തോഷത്തിൽ നമ്മൾ രസിച്ചിരിക്കുകയും ചെയ്യുന്നത് ഉല്ലാസം. അതെങ്ങനെയാണ്? ഇല്ലാതെ മായയിടും ഉല്ലാസം ഒന്നും അറിവല്ലാതെ ഇല്ല. ഈ രസിക്കുന്നതൊക്കെ എന്തിനും വരെ നമ്മൾ അറിവിലാണ് രസിക്കുന്നത്. പക്ഷെ നമ്മളെന്താ വിചാരിക്കുന്നത്? മായ നമ്മളെ ഭ്രമിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന താൽക്കാലികമായ സുഖത്തിലാണ് നമ്മളെല്ലാവരും ഉല്ലസിക്കുന്നത്. പക്ഷെ ആ ഉല്ലാസത്തിലും പരമമായി നിൽക്കുന്ന സത്യം എന്താണ്? അറിവ് മാത്രമേ ഉള്ളൂ സത്യം. ഈ അറിവില്ലെങ്കിലോ, ശുദ്ധമായ ബോധമില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ബുദ്ധി ഒരു അല്പ നിമിഷത്തേക്ക് അതിനൊരു ചാഞ്ചല്യം ഉണ്ടായിക്കാരണം നമുക്ക് എന്തെങ്കിലും തിരിച്ചറിയാൻ പറ്റും ഈ പ്രപഞ്ചത്തിൽ? ആരെങ്കിലും തിരിച്ചറിയാൻ പറ്റുമോ? അപ്പം പരമാവധി എന്ത് മാത്രമേ ഉള്ളൂ? പരമാവധി ബോധമത്രേ. എവിടെയാ പറയുന്നത്? അദ്വൈത ദിവ്യയ്ക്കകത്ത് പറഞ്ഞിരുന്നില്ലേ? ആ ബോധം മാത്രമേ ഉള്ളൂ സത്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇല്ലാത്തതായ ഈ മായ കാണിച്ചു തരുന്ന ഈ ഉല്ലാസത്തിലെന്നും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇല്ലാതെ മായയുടെ ഉല്ലാസം ഒന്നും അറിവല്ലാതെ ഇല്ല. അനിലനും കല്ല് ആഴിയും കനലും അല്ലാതെ ശൂന്യം, അതും എല്ലാം ഒരാദി അറിവാണ്. ഇവിടെ എന്തൊക്കെയാ പറയുന്നത്? അനിലൻ ആരാണ്? കാറ്റ്. കല്ലെന്താണ്? മണ്ണ്, ഭൂമി. ആഴി ജലം, വെള്ളം അല്ലേ? കല്ല് ആഴിയും സമുദ്രമല്ലേ, വെള്ളമല്ലേ? കേട്ടോ, സമുദ്രമാണ്, വെള്ളമാണ്. കനല് തീ, അഗ്നി. അല്ലാതെ അതുകൂടാതെ ശൂന്യം എന്താണ്? ആകാശം. ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് പഞ്ചീകൃതമാണ് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും. അതുകൊണ്ടാണ് ഗുരു പിണ്ടനന്ദി എന്ന് പറയുന്ന കൃതി നമുക്ക് പറഞ്ഞു തന്നത്. മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി. എങ്ങനെയാണ്? മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ട് എരി കൊടുക്കുകയെന്ന്. ആ അറയ്ക്കകത്ത് ആ ഓരോരുത്തർക്കും അവനവൻ ചെയ്ത കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും വ്യത്യസ്തരായതല്ലേ. ഒന്ന് തന്നെയാണെങ്കിലും ഒരേ ആകെ എത്ര നിറങ്ങളുണ്ട്? 3 നിറങ്ങളുണ്ടല്ലേ ഇവിടെ. ആ നിറത്തെ കൊണ്ട് കൂട്ടിക്കലർത്തിയല്ലേ ബാക്കി കളറെല്ലാം ഉണ്ടാക്കുന്നത്. വരയ്ക്കുന്നവർക്കൊക്കെ അറിയരുതോ? പണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താ പ്രൈമറി കളേഴ്സ് അല്ലേ? അങ്ങനെയല്ലേ? ഏതൊക്കെയാ? ചുവപ്പ്, പച്ച, ഏതൊക്കെയാ? വെള്ള, എങ്ങനെയാണ്? എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പറ, ഒന്ന് മിണ്ടിക്കുക നിങ്ങളൊക്കെ ഒന്ന്. അല്ലേ? അങ്ങനെ ആ കളറിനല്ലേ ഈ ബാക്കി കളേഴ്സ് എല്ലാം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അത് ഓരോ അനുപാതത്തിൽ ചേർക്കുമ്പോഴാണ് വ്യത്യസ്തവും മനോഹരവുമായ കളറുകൾ ഉണ്ടാകുന്നത്. അതുപോലെ നമ്മളൊക്കെ ചെയ്ത പുണ്യപാപങ്ങളൊക്കെ എടുത്തു വെച്ചാണ് ഈ അറയിലോട്ട് ഇടുമ്പോൾ എണ്ണി പിടിച്ച് ഈ തരുന്നതൊക്കെ തരുമ്പോഴാണ് നമ്മളെല്ലാം രൂപത്തിലും ഭാവത്തിലും ഒക്കെ വ്യത്യസ്തരായിട്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതും എല്ലാം ഒരാദി അറിവ്. ഈ അറിവിൽ മാത്രമാണ് ഇതൊക്കെ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു തരുന്നത്. ഈ പറയുകയാണ്, തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി. ഇവിടെ മതി എന്ന് പറഞ്ഞാൽ എന്താണ്?
ബുദ്ധി അഥവാ ബോധത്തിനാണ് ഇവിടെ മതി എന്ന് പറയുന്നത്. ഇതൊക്കെ തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി ഈ സല്ലാപം ഒന്നു മതി. അവിടെ രണ്ടാമത് വരുന്ന മതി എന്താണ്? മതി എന്നുള്ള മതി അല്ലേ. ഒരു വാക്ക് തന്നെ ഗുരുവിന്റെ ഒരു വൈഭവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കൃതിയിലും 2 വരിയിലും ഒരു വാക്ക് തന്നെ 2 അർത്ഥത്തില്. ആ വാക്കിൽ ഒരു വ്യത്യാസമില്ല, എഴുതിലും ഒന്നും വ്യത്യാസമുണ്ടോ? ഉച്ചാരണത്തിലും എഴുതിലും ഒന്നും വ്യത്യാസമില്ല. പക്ഷെ അത് 2 സ്ഥലത്ത് പ്രയോഗിക്കുമ്പോൾ 2 അർത്ഥം വരുന്നല്ലേ. പൊലിഞ്ഞു പൂർണ്ണം അങ്ങനെ ഒരു വാക്ക് വരുന്നില്ലേ നമ്മുടെ ആത്മോപദേശമല്ലേ. പൊലിഞ്ഞു പൂർണ്ണമാവും അല്ലേ പറയുന്നില്ലേ. അങ്ങനൊരു വരിയുണ്ട് ആത്മോപദേശത്തിൽ, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇവിടെ പറയുന്നതിന് ഉല്ലാഘബോധജന്യ അതിനകത്ത് അഖം എന്നാണ് വാക്ക് വരുന്നത് കേട്ടോ. അഖ ബോധജന്യ. ഉല്ലാഘം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത. അഖം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗമല്ലേ. ഉല്ലാഘബോധജനനി എന്ന് പറഞ്ഞാൽ യാതൊരുവിധ രോഗമല്ല, യാതൊരുവിധ ദോഷവും ഇല്ലാത്ത അല്ലയോ അമ്മ എന്ന് പറഞ്ഞ ഉല്ലാഘം എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താണ്? യാതൊരുവിധ പാപമോ യാതൊരുവിധ ദോഷമോ രോഗമോ ഒന്നുമില്ലാത്ത സാക്ഷാൽ പരമശുദ്ധമായ ആ പരബ്രഹ്മത്തെ തന്നെയാണ് ഇവിടെ അമ്മയായിട്ട് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. തല്ലാഘവം ഒരു മിനിറ്റ്. ഇവിടെ തല്ലാഘവം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആ കേവലമായ അറിവിന്റെ സരളതയും അനായാസതയും ചിന്തിച്ചു കണ്ടെത്തി പറയുകയാണെങ്കിൽ അതാണ് തല്ലാഘവം പറകിൽ എന്ന വാക്കിനർത്ഥം എന്താണ്? ആ കേവലമായ യാതൊരു പാപമോ യാതൊരു മാലിന്യങ്ങളോ ഒന്നുമില്ലാത്ത ആ അറിവിന്റെ സരളതയും അതിൻ്റെ അനായാസതയും ചിന്തിച്ചു കണ്ടെത്തി പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ എന്ത് വേണ്ടെന്നാ പറയുന്ന? ആരണം ക്രിയകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. ആരണം ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും, ഈ പൂജ ചെയ്യുന്ന അത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കാറില്ലേ? ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇവരതൊക്കെ ചെയ്യാറുണ്ടോ? നമ്മളത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നവര് അവർ ചെയ്യുന്നത് തന്നെ ഭക്തിയോടെയാണ് ചെയ്യുന്നത്. ഉണ്ട്, നല്ലതായിട്ട് ചെയ്യുന്ന പൂജ ചെയ്യുന്ന ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പൂജാരികളിൽ 75% ആൾക്കാരും എങ്ങനെയാണ്? പ്രിയ അവർക്ക് എവിടെയാ പ്രിയം? അന്നത്തെ പ്രിയല്ലേ. അവരുടെ ആ ഒരു പ്രിയത്തിലാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഞാനിപ്പോഴും ഓർക്കുന്നത്, പണ്ടൊക്കെ എൻ്റെ അമ്മയുടെ നാട് കിളിരുവ ഭാഗത്താണ്. തിരുവാർപ്പുഴ അമ്പലത്തിൽ ഉഷപൂജ എന്ന് പറഞ്ഞു, ഉഷപ്പായസമാണ് അവിടുത്തെ ഏറ്റവും വലിയ വഴിപാടെന്ന് പറഞ്ഞാൽ. അവിടെ ഒരു ദിവസം എത്ര ഉഷ വേണമെങ്കിലും കഴിപ്പിക്കുമായിരുന്നു. സ്പെഷ്യൽ ഉഷ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നത്. പക്ഷെ ഒരു ഉഷപ്പായസേ ഉള്ളൂ സംഭവം. ഭഗവാൻ നിവേദിക്കാൻ ഒന്നേ ഉള്ളു. പക്ഷെ പൈസയ്ക്ക് വേണ്ടി എന്തായിരുന്നു സ്പെഷ്യൽ ഉഷ എന്ന് പറഞ്ഞ ഇഷ്ടം പോലെ. പിന്നെ ആൾക്കാർക്ക് ബോധമുണ്ടായി. ഇപ്പം പക്ഷേ ഇല്ലേ, അങ്ങനെ കിട്ടത്തില്ല. ഇപ്പം ഒരു ദിവസം ഒരൊറ്റ പൂജയെ പറ്റത്തുള്ളൂ. ആ കളിപ്പീര് അവിടെ ഇപ്പം ഭഗവാൻ തന്നെ പറഞ്ഞ്, വേണ്ട എന്നെ പറ്റി നിങ്ങൾ എന്നെയും പറ്റിച്ച് നാട്ടുകാരെയും പറ്റിച്ച് കാശ് അങ്ങനെ ഉണ്ടാക്കണ്ട, ഇവിടെ ഒറ്റ നിവേദ്യം മതി എനിക്ക്. ആ ഒരൊറ്റ നിവേദ്യം ഒരാൾക്ക് ആർക്കാണ് കിട്ടുന്നത് അത് മതി. ഇപ്പം നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞാൽ ചിലപ്പം 2035 40 ആയിരിക്കും കിട്ടുന്നത്. പണ്ടൊക്കെ അങ്ങനെയില്ലായിരുന്നു. ഞാൻ കഴിച്ചിട്ടുണ്ട് അങ്ങനെ. ഒറിജിനലായിട്ടും കഴിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ സ്പെഷ്യലോടെയും കഴിപ്പിച്ചിട്ടുണ്ട് പണ്ട് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 10-20 കൊല്ലം മുമ്പത്തെ കാര്യം കേട്ടോ. അപ്പൊ ചെറുപ്പമല്ലേ, പിന്നെ 20 കൊല്ലം മുമ്പ് ഞാൻ ചെറുപ്പം തന്നെയായിരുന്നു. അതുകൊണ്ട് പറയും ഇപ്പം നമ്മൾ എന്തിനാ പിടിച്ചിരിക്കുന്നത്? നമുക്ക് എല്ലാവരും പറയില്ലേ, ഓർഡറിലാണ് പിടിച്ചു നിൽക്കുന്നത്. പാവം അതില്ലാതെ നമ്മൾ എന്ത് ചെയ്യാതെ. തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി. അപ്പൊ നമ്മുടെ മതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ആടുകയില്ല, മതി മല്ലാടുകയില്ല. അപ്പോൾ യാതൊരുവിധ ചാഞ്ചാട്ടവും ഇവിടെ ഉണ്ടാകത്തില്ല. ഇവിടെ ഉറച്ചു നിൽക്കുക. ഈ ഗുരുവിന് അസാധ്യമായിട്ടുള്ളത് ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. എൻ്റെ ഗുരു സാക്ഷാൽ ബ്രഹ്മമാണെന്ന ബോധത്തിലേക്ക് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ലേ? ഇനിയിപ്പം എന്നെ പറ്റുമോ? ഇനിയിപ്പം എന്നെ പറ്റത്തില്ല. കാരണം ഇതിനു മുമ്പ് ഞാനും ഇങ്ങനെ ഓടിയാളാന്നേ.
ഓടാത്തൊരു വ്യക്തിയല്ലേ. ഓടി ചെന്ന് കഴിഞ്ഞ് അവസാനം ഓട്ടം നിന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഭഗവാനെ ഇത്ര വലിയൊരു പരമമായ സത്യം അടുത്തുണ്ടാഞ്ഞിട്ട് ഈ കസ്തൂരി അന്വേഷിച്ച് നടത്തുന്ന പോലെ പാഞ്ഞ് നടക്കുകയാണല്ലോ എന്ന്. അപ്പൊ നമുക്ക് വേണ്ടതല്ലേ എവിടെ കിട്ടും? ഗുരുവിൽ കിട്ടുമെന്നേ. വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ട് കരുതേണ്ട കാര്യമുണ്ടോ? സാക്ഷാൽ വെണ്ണ നമ്മുടെ കയ്യിൽ ഇരിക്കുകയില്ല. പക്ഷെ ആ വെണ്ണ നമുക്ക് അത് ഉരുക്കി ഉപയോഗിക്കാൻ അറിയത്തില്ലാത്തത് വെണ്ണയുടെ കുറ്റമാണോ? നമ്മുടെ അറിവില്ലായ്മയല്ലേ. അത് നമ്മൾ തിരിച്ചറിയുക. പറഞ്ഞ ആരായ അന്വേഷിക്കുന്നില്ലെന്ന്. ഇതൊന്നും അറിയാതെയാണ് അവിടെ പോലും അതൊന്നും പറയുന്ന കാര്യമുണ്ടോ? ഉള്ളിൽ കുറെ കാര്യങ്ങൾ വെച്ചോണ്ടാണ്. നമ്മളെപ്പോഴും ഒരു അറിവ് നേടാൻ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു? ഒരു കാര്യം ക്ലാസ്സോടെ എഴുതണം, ഒഴിഞ്ഞിരിക്കണം നമ്മള്. നമ്മുടെ കയ്യിലിരിക്കുന്നതെല്ലാം കാരണം ഞാനും നിങ്ങളും മനസ്സിലാക്കി വെച്ചതേ അല്ല സത്യമൊന്നേ. അത് നമ്മൾ കളഞ്ഞേച്ച് വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടും. ഇവിടെ ഞങ്ങൾ ചെല്ലുന്നവരൊന്നും എപ്പോഴും ചെല്ലുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നവർ ഇവിടെ വന്നിരുന്നാൽ എൻ്റെ കയ്യിൽ ഒന്നും കിട്ടത്തില്ല നിങ്ങൾക്ക്. പക്ഷേ നമ്മൾ പുതിയൊരു കൃതിയാണ് പഠിക്കുന്നത്, പുതിയൊരാൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിലെന്ത് നമുക്ക് പഠിക്കാൻ പറ്റുമെന്നൊരു അറിവിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ എന്തെങ്കിലും കിട്ടുമെന്നേ. ഒരാളിൽ നിന്ന് നമുക്ക് ഒരു കൊച്ചു കുട്ടിയിൽ പോലും നമുക്കൊരു അറിവ് കിട്ടും. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും അങ്ങനെ വരണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മതി ചാഞ്ചാടുകയില്ല. നമുക്ക് പിന്നെ യാതൊരു ചാഞ്ചാട്ടവും ഉണ്ടാകില്ല എന്ന് ഗുരു ഉറപ്പിച്ച് പറഞ്ഞില്ല. കാരണം ഗുരു ഒരു വാക്ക് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും സത്യം തന്നെയാണ്. ഒരു പൊളിയായിട്ടോ തമാശയായിട്ടോ ഗുരു ഒരു വാക്ക് ഒരാളോടും പറയാറില്ലെന്നേ. ഗുരു പറഞ്ഞതെല്ലാം സത്യമായിട്ട് ഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ സല്ലാപം ഒന്നു മതി എല്ലാവരും തിരയും. കാരണം എല്ലാവരും എന്തിനാണ് അന്വേഷിച്ച് നടക്കുന്നത്? ആത്മസുഖം അല്ലേ? ആണോ അന്വേഷിച്ച് നടക്കുന്നത്? പറയുന്നില്ല. ആത്മോപദേശത്തിൽ ഗുരു പറഞ്ഞു തരുന്നില്ല നമുക്കത്. ഇങ്ങനെ പറഞ്ഞു തരുന്ന അതല്ല കേട്ടോ. അഖിലരും ആത്മസുഖത്തിനായി സകലവും ഇങ്ങ് ദാബി ചെയ്തിരുന്നു ജഗതിയിൽ ഈ മതം. ആത്മസുഖം എന്ന് പറഞ്ഞ ഒരൊറ്റ ഒരു മതം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാവരും തിരിയുന്ന ആരെയാണ്? പരമമായ ആ സത്യത്തെയാണ്. പല പേരിൽ പല രൂപത്തിൽ പല ഭാവത്തിലാണ് നമ്മൾ അന്വേഷിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ നദി എന്ന് പറയുന്ന ഈ നദികളെല്ലാം നമ്മുടെ കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളില്ലേ? ഈ നദികളെല്ലാം ഒഴുകി ചെന്ന് അറബിക്കടലിൽ ചേർന്ന് കഴിഞ്ഞാൽ വല്ല തല്ലുകൂടുന്നുണ്ടോ ഇവിടെ? അയ്യോ, മുല്ലപ്പെരിയാർ കാവേരി എന്തോ അടിയ നടക്കുന്നു ഇവിടെ അല്ലേ? പാവം ഇതെല്ലാം കൂടെ ഒലിച്ച് വെള്ളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വല്ലതും ഉണ്ടോ? അത് തന്നെയാണ് ഗുരു പറയുന്നത്. ഈ നദികളെല്ലാം സമുദ്രത്തിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ തിരക്കുഴിയൊന്നോ നടുക്കുഴിയൊന്നോ എന്തെങ്കിലും ഭേദമുണ്ടോ? അത് സമുദ്രജലം പോലെ തന്നെ. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ എല്ലാ മതങ്ങളോടും ഗുരു പറഞ്ഞത്. എല്ലാ മതങ്ങളും മനുഷ്യനെ ഊർധ്വഗതിയിലേക്കാണ് നയിക്കുന്നത്. മനുഷ്യനെ ഉയർത്താൻ വേണ്ടിയാണ്. ആ സൂക്ഷ്മം അറിഞ്ഞു കഴിയുമ്പോൾ അവൻ മതത്തിന് പ്രമാണമായി തീരുകയാണ് ചെയ്യുന്നത്. അല്ലാത്തവരാണ് എൻ്റെ മതമാണ് ശ്രേഷ്ഠം, നിന്റെ മതമാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തല്ലുകൂടുന്നല്ലേ. അപ്പോൾ എല്ലാ മതങ്ങളും ശ്രേഷ്ഠം തന്നെയാണ്. മനുഷ്യനെ നന്നാക്കുകയാണത് അതിൻ്റെ ലക്ഷ്യം. പക്ഷെ പഠിപ്പിക്കുന്നവരാണ് മതമല്ല പഠിപ്പിക്കുന്ന, മതമാണ് പഠിപ്പിക്കുന്നത് അല്ലേ? അതാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒന്നുകൂടെ പറയാവേ. ഇല്ലാതെ മായയിടും ഉല്ലാസം ഒന്നും അറിവല്ലാതെ ഇല്ല. അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യം. അതും എല്ലാം ഒരാദി അറിവാം. തല്ലാഘവം പറകിൽ. അതായത് തല്ലാഘവം എന്ന് പറയുന്നത് എന്താണ്? ആ കേവലമായ അറിവിൻ്റെ ആ സരളതയും അനായാസതയും ചിന്തിച്ചു കണ്ടെത്തി പറയുകയാണെങ്കിൽ അതാണ് ഒരൊറ്റ വാക്കിനർത്ഥവേ. തല്ലാഘവം പറകിൽ ഇല്ല ആരണം ക്രിയകൾ. പിന്നെന്തുണ്ടാകത്തില്ല? മല്ലാടുകില്ല മതി. മല്ലാടുകത്തില്ല. അതായത് നമ്മുടെ അറിവിന്, അതായത് നമ്മുടെ ചിന്തയ്ക്ക്, നമ്മുടെ ബുദ്ധിക്ക് യാതൊരു വിധത്തിലുള്ള മല്ലാട്ടോ ഒരു ചാഞ്ചാട്ടോ ഉണ്ടാവുകയില്ല. പിന്നെന്താ പറയുക? ഈ സല്ലാപം, അല്ലയോ അമ്മേ, നിന്നോടുള്ള ആ സല്ലാപം ഒന്നും മതി എല്ലാവരും തിരയുന്ന ഉല്ലാഘ ബോധ ജനനി. അല്പമെങ്കിലും കിട്ടിയോ? ശരി, നമുക്ക് എഴുതുമ്പോൾ മനസ്സിലാവേ. ഉല്ലാഘബോധ ജനി എന്ന് പറയുന്ന ആ വാക്കിനർത്ഥം വീണ്ടും വീണ്ടും പൊന്തി വന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും തന്നെ ഈ അറിവല്ലാതെ വേറൊന്നുമില്ല. കടലിലെഴും തിര പോലെ കായമോരോന്നുടനുടനേറി ഉയർന്നമർന്നിടുന്ന ഗുരു പഠിപ്പിച്ചില്ല നമ്മളെ. കടലിൽ എപ്രകാരമാണോ തിരകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ശരീരങ്ങൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അതുപോലെ തന്നെയാണ് പറയുന്നത് ഇവിടെ ഈ ഉല്ലാഘബോധ ജനനി എന്ന് പറയുന്നത്.
ചൊല്ലിക്കാൻ തന്നെ ചൊല്ലിക്കല്ലായിരുന്നു. ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല മനിതനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യം അതുമെല്ലാം ഒരാദി അറിവാം കല്ലാകവം പറകില്ലാരണം പ്രിയല്ലാടുകില്ല മതി മതീന്ന് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചൊല്ലേണ്ട കാര്യമുണ്ടോ? അവിടെ ഈ കയറി വന്നിട്ടുണ്ട്. മതിന്ന് നിർത്തുകയാണെങ്കിൽ മാത്രം മതി ഈ സല്ലാപം എന്ന്. അങ്ങനെ ചൊല്ലുമ്പോ ആണെങ്കിൽ ആ ഈ സല്ലാപത്തിനൊരു ഈ ഞാനായത് എന്ന് പറയുന്ന പോലെ ആ സല്ലാപത്തിനൊരു കനം വരുമ്പോ എങ്ങനെയാണ് ഈ സല്ലാപം എന്ന് പറയുമ്പോഴാണ് ഒന്നുകൂടെ ഒരു സുഖം വരും അല്ലേ. നിന്റെ സല്ലാപം എൻ പാപ അല്ലെ, എൻ്റെ അവിടെ എന്നെ നമ്മൾ കയറി വരുന്നു. ചിലർ എന്നു ചൊല്ലുന്നുണ്ടോ അവിടെ? അങ്ങനെ ഒരുപാട് തെറ്റ് നമ്മളെല്ലാവരും പഠിക്കുന്ന ഒരു കൃതിയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരുപാട് തെറ്റായ പദങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. ഇവിടെ നോക്കി ഇങ്ങനെ ചൊല്ലുന്നത് നമ്മുടെ ഭംഗിയായിരിക്കും. ഇല്ലാതെ മായയിടും ഉല്ലാസം ഒന്നും അറിവല്ലാതെ ഇല്ല. അവിടെ ചെറിയ നിർത്തിന് ശേഷം ആ പഞ്ചഭൂതങ്ങളെ ചേർത്ത് ചൊല്ലുകയാണെങ്കിൽ ഒന്ന് ഭംഗിയായിരിക്കും. അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യം അതും എല്ലാം ഒരാദി അറിവാ. കണ്ടോ? ഒന്നുകൂടെ ചൊല്ലും. ഇല്ല അനിലെന്ന് പറയല്ലേ നിങ്ങൾ, ഇത് നമ്മളോട് പറയുകയാണേ. ആ അർത്ഥം മനസ്സിലായി. അങ്ങനെ അർത്ഥം വരുവോടെ ഇല്ലാതമായ എടുപ്പുല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല അനിലനും കല്ലാഴിയും കനലും. അറിവല്ലാതെ ഒന്നും ഇല്ലെന്നേ, അവിടെ ഇല്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയില്ലേ. ഈ മായ കാണിക്കുന്നൊന്നും ആ പരമാർത്ഥത്തിൽ ഇല്ലാത്തത് തന്നെയാണെന്ന് ഒരു ഉറപ്പിച്ച് പറയുന്നത്. ഇല്ലാതെ മായയിടും ഉല്ലാസം. ഈ മായ നിങ്ങൾക്ക് തരുന്ന ഈ ഉല്ലാസങ്ങളിൽ ഈ ലാസ്യങ്ങളൊന്നും ഇല്ല. അറിവല്ലാതെ വേറൊന്നും ഇല്ല നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞ് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുവാണ്. എന്ത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പഞ്ചഭൂതങ്ങളെ ഗുരു എടുത്ത് ഒന്നുകൂടെ കാണിച്ചത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും പറഞ്ഞു തരുമെന്ന്. എന്താ പറഞ്ഞത്? അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതും എല്ലാം ഒരാദി അറിവാം. മായ നമ്മളെ ലസിപ്പിക്കുന്നതെല്ലാം അറിവ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരികയാണ്. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളായി ഇവിടെ പഞ്ചീകൃതമായിരിക്കുന്ന പ്രപഞ്ച സത്യങ്ങളും മുഴുവനും എന്തു തന്നെയാണ്? അതും ഈ മായ തന്നെയാണ്, അതല്ലാതെ വേറൊന്നുമല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. രണ്ടാമത്തെ വരിയിൽ ആദ്യത്തെ വരിനെ ഒന്നും കൂടെ ഉറപ്പിച്ച് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ അങ്ങനെ ചെല്ലുമ്പോഴായിരിക്കും അതിനർത്ഥം ഒന്നുകൂടെ ശരിയാവുന്നത്. നിങ്ങളെ നമുക്ക് ചൊല്ലിക്കേ. ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല അനിലയും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതു എല്ലാം ഒരാദി അറിവാം കല്ലാകവം പറകില്ലാരണം ക്രിയകൾ അല്ലാടുകില്ല മതി. നീട്ടുവാണെങ്കിൽ പിന്നെ വേണ്ട. ഒന്നുകൂടെ ചെല്ലാവേ, നോക്കണേ, ഒന്നുകൂടെ ചെല്ലു നോക്കാം നമുക്ക്. കല്ലാകവം പറകില്ലാരണം ക്രിയകൾ അല്ലാടുകില്ല മതി. ഈ സല്ലാപമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഖബോധ ജനനി. മൂന്നാമത്തെ മന്ത്രം. ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം ഇതു കണ്ടാടും അംഗമകവും കൊണ്ടായിരം തരവിരുണ്ടാശയം പ്രതിചുരുണ്ടാമഹസിൽ മറയും. നാല് പേര് നമുക്ക് എടുക്കാം. ഉണ്ടായി മാറും അറിവ് ഉണ്ടായി മുന്നം ഇത് കണ്ടാടും അംഗമകവും കൊണ്ട് ആയിരം തരമിരുണ്ടാശയം. അവിടെ ആ കൊണ്ട് എവിടെ വരണം? അകത്തിന്റെ കൂടെ വരണം. ഹൈബിഡ് കേട്ടോ, ഹൈബിഡ് ഇട്ടിരിക്കുന്നുണ്ടോ? അപ്പോൾ അത് നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരണം. കൊണ്ട് ആയിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ട് ആ മഹസിൽ മറയും. ആദിയില് മുമ്പിൽ എന്തുണ്ടായിരുന്നോ? ഈ
മാറി വരുന്ന ഈ പ്രപഞ്ചങ്ങളെല്ലാം ഉണ്ടായി ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? ഉള്ളത് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? നേരത്തെ ഉള്ളത് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പൊ നേരത്തെ ഈ വീട്ടിൽ എന്ത് താമസക്കാരൻ? ആ വീട്ടുകാരെല്ലാം ഇവിടെ ഉണ്ടോ? ഇല്ലേ? ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം ഇത് കണ്ടാടും അംഗമകവും കൊണ്ട് 1000 തരം ഇരുണ്ടാശയം പ്രതി ചുരുണ്ട് ആ മഹസിൽ മറയും. ഇങ്ങനെ ഉണ്ടായിരുന്നതൊക്കെ എങ്ങനെയായിരുന്നു? ഒരിക്കൽ നശിച്ചു പോകത്തില്ലേ? അത് എവിടേക്കാണോ വന്ന് അത് വീണ്ടും ചുരുണ്ട് അതെവിടേക്ക് വരും? ആ വന്നതിലേക്ക് തന്നെ ലയിച്ച് ചേരുകയോ ചെയ്യുന്ന, ആ എവിടെ നിന്നാണോ വന്ന് അവിടേക്ക് തന്നെ ലയിച്ച് ചേരുന്ന കാര്യമാണ് ഈ മന്ത്രത്തിലൂടെ നമുക്ക് 2 മന്ത്രത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആടും അംഗം അകവും ഇല്ലേ എങ്ങനെയാണ് നിൽക്കുന്നത്? നമ്മുടെ മനസ്സെങ്ങനെയാണ്? ഇപ്പം തന്നെ എങ്ങനെ സത്യം പറ. കുതി കൊള്ളുവൻ മനമിക്കണക്ക് വരാതിനി രക്ഷ ചെയ്വതിനൊച്ചയുള്ള ചിലം വിടുന്നരിയാണിയും. ഒരു കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും പല കാര്യത്തിൽ പറഞ്ഞു തരുന്നല്ലേ. എങ്ങനെയും നമ്മളൊന്ന് മനസ്സിലാക്കാം. അത് തന്നെയാണ് ഇവിടെ എല്ലാം ഒന്നിൽ നിന്ന് വന്ന് അവിടേക്ക് തന്നെ മറഞ്ഞു പോകുന്നത്. ഉണ്ടായി മാറും അറിവ് ഉണ്ടായി മുന്നമിതു കണ്ടാടും അംഗമകവും കൊണ്ട് 1000 തരമിരുണ്ടാശയം പ്രതി ചുരുണ്ട് ആ മഹസിൽ മറയും. ഇത് ആദിയിലുണ്ടായിരുന്നു. മുന്നം ഇതെല്ലാം ഉണ്ടായി. ആ അറിവിൽ തന്നെ ഉണ്ടായ ഈ എന്താണ് അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? അവ്യാകൃതമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു നാമരൂപങ്ങളൊന്നുമില്ലാതെ. ആ സ്വർണത്തിന് എന്തെങ്കിലും രൂപോ ഗുണമോ എന്തെങ്കിലും ഉണ്ടോ? സ്വർണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അത് ഉണ്ടായി നമ്മളുണ്ടാക്കിയതല്ല, അത് ഉണ്ടായി പ്രപഞ്ചത്തിൽ തന്നെ സ്വയം ഉണ്ടായി വന്ന സ്വർണം എന്ന് പറയുന്നത്. ആ സ്വർണത്തിനെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല. ആ സ്വർണം കൊണ്ട് നമുക്ക് ആഭരണത്തെ ഉണ്ടാക്കാൻ പറ്റും. സ്വർണത്തിന് പല രൂപങ്ങളിലേക്ക് മാറാൻ പറ്റും. അതിന് വ്യാകൃതമായ ഒരുപാട് രൂപങ്ങളിലേക്ക് ധരിക്കാൻ പറ്റും. പക്ഷെ അതൊന്നും അവ്യാകൃതമായ സ്വർണമല്ല. അതുപോലെ തന്നെ അല്ലയോ അമ്മേ, നീ ഇവിടെ അവ്യാകൃത രൂപത്തിൽ നീ ഇവിടെ ഉണ്ടായിരുന്നു. അസീതഗ്രാസദേവിതം പറഞ്ഞില്ലേ, ഈ ഭുവനത്തെല്ലാം ഉള്ളതായിരുന്നു. പിന്നീട് പരമേശ്വരൻ കണ്ട സ്വപ്നമാണ് ഇവിടെ വ്യാകൃതമായ രൂപങ്ങളായി തീർന്നത്. വ്യാകൃത രൂപങ്ങളെന്ന് നമുക്ക് അത് ഇരുന്ന് ഓരോ പേരെടുത്ത് പറയാൻ പറ്റുന്ന രൂപങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യാകൃതം എന്ന് പറയുന്നത്. അതല്ലാത്ത ആ ബ്രഹ്മത്തിനെ നമ്മൾ എന്ത് പറയുന്നത്? വേദാന്തത്തിൽ പറയുന്ന പേരെന്താണ്? അവ്യാകൃതം എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു നാമോ രൂപമോ ഒന്നുമില്ല. നാമരൂപങ്ങളൊന്നുമില്ലാത്ത ഈ ബ്രഹ്മത്തിന് നമ്മൾ കൊടുക്കുന്ന പേരുകളാണ് ഓരോ ദേവതാക്കളുടെ പേര് നമ്മൾ കൊടുക്കുകയോ ചെയ്യുന്നത്. ഇവിടെ പറയുകയാണ് ഈ അവ്യാകൃതമായ നിന്നിൽ ഉണ്ടായ വ്യാകൃത രൂപങ്ങളാണ് ഇവിടെ കാണുന്ന എല്ലാം. അതായത് അറിവിൻ്റെ വ്യാകൃതമായ രൂപങ്ങൾ എന്ത് തന്നെ അറിവിൽ നിന്ന് ഭിന്നമാകുമോ? അത് ഭിന്നമാകുമോ? സ്വർണ്ണങ്ങൾ ഉണ്ടാക്കിയ സാധനമല്ല, സ്വർണ്ണമല്ലേ? അതുപോലെ തന്നെ ഈ അവ്യാകൃതമായ അറിവിൽ ഉണ്ടായ ആ വ്യാകൃത രൂപങ്ങളെല്ലാം ഈ അവ്യാകൃതത്തിൽ നിന്ന് ഭിന്നമല്ല എന്ന് മനസ്സിലാക്കുക. വേദാന്ത ഭാഷയാണ്. അതങ്ങനെ അങ്ങ് മനസ്സിലാക്കി വെക്കുക. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എന്ത്? സ്വർണത്തിൽ നിന്ന് ഭിന്നമല്ല ആഭരണം. ആഭരണം എന്ന് തിരിച്ചറിയുന്നു. താൻ ആഭരണമല്ല സ്വർണ്ണമാണെന്ന് തിരിച്ചറിയുമ്പോൾ ആഭരണത്തിന് എന്ത് കിട്ടും? മോക്ഷം കിട്ടും. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഈ വ്യക്തിഭാവങ്ങൾ കളഞ്ഞിട്ട് ആ നാമരൂപങ്ങളൊന്നുമില്ലാത്ത ആ ബ്രഹ്മം തന്നെയാണ് എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോക്ഷം കിട്ടും. അതുവരെ ഇങ്ങനെ ആടലാം കടലിൽ കിടന്ന് ഓടിക്കൊണ്ടേയിരിക്കും. 1000 തരം ഇരുണ്ടാശയം ഈ എന്താ ഉണ്ടായി മാറി മറിയുന്നതിനെയാണ് ആ വാക്കുകൾ ഉദ്ദേശിക്കുന്നത്. ആടും അംഗവും അകവും, അതായത് ശരീരവും മനസ്സും ഒരുപോലെ ഇളകിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ഇതിനെല്ലാം ചാഞ്ചാട്ടം ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. ഒരു നിമിഷം നമ്മൾ അടങ്ങിയിരിക്കുമോ? എപ്പോഴും ഇത് ചലിച്ചുകൊണ്ടേയിരിക്കും. ഒരു നിമിഷം പോലും നമുക്കിതിനെ അടക്കി നിർത്താൻ സാധിക്കത്തില്ല. ആശയം പ്രതി ചുരുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ വ്യാകൃത ഭാവങ്ങളും അവയുടെ സ്വന്തം ഇരിപ്പിടമായിരിക്കുന്ന കേവലമായ അറിവിലേക്ക് തന്നെ തിരികെ പോകുന്ന നമ്മുടെ ആശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് അർത്ഥമുണ്ട്. ഇതെല്ലാം വീണ്ടും എവിടേക്ക് തന്നെ തിരിച്ചു പോകും? വേദാന്തത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതേ ഉള്ളൂ മനസ്സിലാക്കാൻ വേണ്ടി കേട്ടല്ലോ. ഇത് വേദാന്തം പഠിച്ചാലും ഇത് പറയുവാണെങ്കിൽ നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റത്തില്ല. എനിക്ക് വേദാന്തം അറിയത്തില്ലാത്തത് കൊണ്ട്
നമുക്കിത് ഇത്രയെങ്കിലും പഠിക്കാൻ പറ്റും. ഇത് എൻ്റെ അമ്മ ഒരു കഥ പറയേ, ഈ ഒരിക്കലൊരു മർമ്മം അറിഞ്ഞ ഒരു മമ്മാണി തൊട്ടടുത്ത് ഒരു സാധാരണ മനുഷ്യന് താമസിക്കുന്നുണ്ടേ. അപ്പം ഭാര്യ എന്നാട് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ, ഇങ്ങനെ ഭാര്യയ്ക്കിടെ രണ്ടെണ്ണം കൊടുക്കണമെന്ന് വിചാരിച്ച് വടി എടുത്തുകൊണ്ട് വരുമ്പം ഇങ്ങനെ തല്ലാൻ തോന്നില്ല. കാരണം ജനങ്ങൾക്ക് എല്ലായിടത്തും മർമ്മയില്ലേ. അപ്പോഴിങ്ങനെ വെളിയോട് നോക്കുമ്പോൾ താഴെ എടുത്തിട്ട് പൂശി വേണേ പെണ്ണുമ്പിള്ളേനെ വൈകിട്ട് രണ്ടെണ്ണം വീശിയിട്ട് വന്നിട്ടേ ഇത് കാണുമ്പോൾ ഇങ്ങനെ പിന്നെയും വരും. ഇവിടെ എന്നോട് കുത്തക്കെട്ട് എനിക്ക് തല്ലാൻ പറ്റുന്നില്ലെന്നേ. എന്തുകൊണ്ടാണ്? ഇയാൾക്ക് മർമ്മം അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കിത് അറിയാത്തപ്പോൾ എന്തും ചെയ്യാം. അപ്പം വേദാന്തം എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഗുരു വേദാന്തത്തെ വളരെ വളരെ ലളിതമായിട്ട് സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കലും ഗുരു തമ്പിയോട് ചോദിച്ചു, തമ്പി വേദാന്തം നിനക്ക് പഠിക്കണമെന്ന് ചോദിച്ചപ്പോഴേ തമ്പിക്ക് മനസ്സിലായി. തമ്പി ഏതാണ്? നടരാജഗുരു കേട്ടോ. നടരാജഗുരു തമ്പി എന്ന് വിളിക്കുന്നത്. തമ്പി ഓർത്ത് ചോദിച്ചപ്പോഴേ മനസ്സിലായി. ചോദിച്ചയാളെ ചുമ്മാ ചോദിക്കത്തില്ല. തമ്പി മിണ്ടാതെ നിന്ന് എന്തെങ്കിലും കാര്യമില്ലാതെ ഗുരു ഒന്നും ഒഴിയത്തില്ലല്ലോ. അപ്പം തമ്പിയോട് ഇങ്ങനെ പറയുകയാണ്, വെള്ളത്തിൽ കാണുന്ന തിര, നുര, പത ഇതെല്ലാം വെള്ളം തന്നെയാണെന്ന് തമ്പിക്ക് അറിയാമോ എന്ന് ചോദിച്ചു. തമ്പി ഒന്നും അറിയാം, നദി കൂടൊന്നും പഠിക്കാനില്ലെന്ന്. ഇതിനേക്കാൾ കൂടുതലായിട്ട് വേദാന്തം ഒന്നും പഠിക്കാനില്ലെന്ന്. കടലിൽ വരുന്ന തിരയും നുരയും പതയും എല്ലാം കടലിലെ വെള്ളം തന്നെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്നാ പറയുന്നത്, ആ തിര നല്ലതായിരുന്നു, ഈ തിര നല്ലതായിരുന്നു, ആ തിര മോശമായിരുന്നു. എല്ലാ തിരയും എന്ത് തന്നെയാണ്? വെള്ളം തന്നെ. നമ്മൾ ആ ഒരു നിമിഷത്തേക്ക് നമ്മൾ വെള്ളത്തെ മറക്കുമല്ലോ ചെയ്യുന്നത്. കടലിൽ കാണാൻ പോകുമ്പോൾ വെള്ളത്തെ ആരെയും ഓർക്കുമോ? നമ്മൾ തിരയെയാണ് ഓർക്കുന്നത്. ആ തിരയുടെ ഭംഗി, ആ തിരയുടെ ആസ്വാദനം നമ്മളുണ്ടാകുന്നത്. ഒരിക്കലും നമ്മൾ അറിയുന്നില്ല അത് ഈ കടലിലെ വെള്ളം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ അത് നമ്മൾ എപ്പോഴും ഉറപ്പിക്കുന്നോ അവിടെ നമുക്ക് ഈ വേദാന്തം മനസ്സിലാകും കേട്ടോ. അത് തന്നെയാണ് പറഞ്ഞത് ഈ വേദാന്തത്തെ കുറിച്ച്. ഇനി പറയുകയാണേ, കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ല അറിവ് അഖണ്ഡാനുഭൂതിയിലും തണ്ടാരി വീണു മധു ഉണ്ടാരമിക്കും. ഉണ്ട് ആരമിക്കും, അതാണ് ആ വാക്ക് കേട്ടല്ലോ. ഉണ്ട് ആരമിക്കും എന്ന വാക്ക് കേട്ടോ. തണ്ടാരി വീണ് മധു ഉണ്ട് ആരമിക്കും ഒരു വണ്ടാണ് സൂര്യ സുഹൃതി. ഒരുപാട് പേര് ചൊല്ലിയാണ്ട് സൂര്യ സുഹൃതി. സൂര്യ അല്ല കേട്ടോ, സൂര്യാണ്. സൂര്യ എല്ലാറില്ലേ? സൂര്യ സുഹൃതി എന്നാ കേട്ടോ. മിക്കവാറും ഞാൻ കേൾക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞേട്ടോ. സൂര്യ സുഹൃതി അല്ല, സൂര്യ സുഹൃതിയാണ് കേട്ടോ. എങ്ങനെയാണ്? അങ്ങനെ പറ, നമ്മൾ തെറ്റിക്കരുത് പഠിച്ചിട്ട്. ആ, സുഹൃതികളായ സൂര്യകളായാണ് ജ്ഞാനികൾ കേട്ടോ. സൂര്യ എന്ന് പറഞ്ഞാലാണ് ജ്ഞാനികള്. സുഹൃതികളായ ജ്ഞാനികള് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാനാണ്. അതായത് താമരപ്പൂ വിടർന്ന് നിൽക്കുമ്പോൾ ആ താമര പൂവിനുള്ളിലേക്ക് തേൻ നുകരാൻ വേണ്ടി വണ്ട് കയറി കഴിയുമ്പോൾ പിന്നെ നമ്മൾ വണ്ടിനെ കാണാറില്ല. അതിൻ്റെ ഒരു ചെറിയ മുരളിച്ച കേൾക്കാറില്ലേ? അത് അവിടെ അതിൽ ആ ആനന്ദത്തിൽ ആ തേൻ നുകരുന്നതിൽ മാത്രം ലയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് സൂര്യസുഹൃതികളായിട്ടുള്ള ആളുകൾ, ജ്ഞാനികളായിട്ടുള്ള ആളുകൾ. അവർ നമ്മൾ നോക്കുമ്പോൾ പ്രപഞ്ചത്തിൽ അവർ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ മനസ്സെപ്പോഴും എവിടെയാണ്? ബ്രഹ്മവിത്ത് ബ്രഹ്മണി സ്ഥിത. ബ്രഹ്മവിത്ത് ബ്രഹ്മത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഇവരെന്താണ്? ഒരു എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? ആരില്ലാത്ത കർമ്മങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഗുരു ചെയ്ത കർമ്മം മുഴുവനും ആ കർമ്മത്തിന്റെ ഫലമില്ലാതെ നാം ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഗുരു പറഞ്ഞല്ലേ. ഗുരുവിനോട് ചോദിച്ചില്ലേ, രവീന്ദ്രനാഥോട് ചോദിച്ചില്ലേ, ദർശനമാല 10ാം ദർശനം നിർമ്മാണ ദർശനത്തിലെ 5ാമത്തെ മന്ത്രം കണ്ടോ? ദത്വാ ജ്ഞാനാഗ്നിനാം സർവം ഉദ്ദിശ്യ ജഗതാം ഹിതം കരോതി വിധിവത് കർമ്മ ബ്രഹ്മവിത് ബ്രഹ്മണി സ്ഥിത. ദത്വാ ജ്ഞാനാഗ്നിനാം സർവം ഉദ്ദിശ്യ ജഗതാം ഹിതം കരോതി വിധിവത് കർമ്മ ബ്രഹ്മവിത് ബ്രഹ്മണി സ്ഥിത. എങ്ങനെയാണ്? ജ്ഞാനമാകുന്ന അഗ്നിയിൽ സർവകർമ്മങ്ങളെയും ദഹിപ്പിച്ചതിന് ശേഷം ആർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നത്? തനിക്ക് വേണ്ടിയാണോ? ലോകഹിതത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്ന ബ്രഹ്മവിത്ത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവർക്ക് യാതൊരു ഇളക്കവുമില്ല.
അതുകൊണ്ടാണ് ഈ ശരീരത്തിനല്ല രോഗം, നാം എന്ത് ചെയ്യാനാന്ന് ആരോട് ചോദിച്ചത്? ഉള്ളൂരിനോട് ചോദിച്ചു. ഉള്ളൂര് പറഞ്ഞില്ലേ ഗുരുവിന്റെ രോഗത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞപ്പോൾ ഗുരു നമുക്ക് രോഗമുണ്ടോ? നമുക്ക് യാതൊരുവിധ രോഗമില്ല. ഈ ശരീരത്തിന് വേണ്ടി നാം എന്ത് ചെയ്യാനാണെന്നാണ് ആരോട് ചോദിച്ചത്? ഉള്ളൂരിനോട് ചോദിച്ചത്. അതുപോലെ തന്നെയാണ് ഗുരുവിന്റെ നാടി പിടിച്ചു നോക്കിയ ഇംഗ്ലീഷുകാരായ ഡോക്ടർമാർ എന്താ പറഞ്ഞത്? ഡോക്ടർ നോബിളും പിന്നെ ആരാ സോമർവെല്ലും എന്താ പറഞ്ഞത്? ഈ യോഗീശ്വരന്റെ നിയന്ത്രണത്തിലാണ് സകല നാടികളും. അവർ പിടിച്ചു നോക്കേണ്ട നാടി പോലും ഇല്ലാതെ കിടക്കുന്നത്, പിടിച്ചു നോക്കിയിട്ടേ. അതുകൊണ്ട് അവർ പറഞ്ഞത് ഇത് നമുക്കൊന്ന് സങ്കല്പിച്ചാൽ മാറാവുന്ന രോഗമുള്ളൂ. പക്ഷെ നമ്മളെന്താ പറയുന്നത്? ആൾക്കാരെന്താ പറയുന്നത്? അയ്യോ ഗുരുവിടെ അസുഖം വന്ന് കാറിക്കുവാന്ന് പറഞ്ഞേ നമ്മളോട് പറയുന്നത്. പക്ഷെ ഗുരുവിന് അസുഖം ഇല്ലെന്ന് ആർക്കറിയാന്ന്? ഗുരുവിനെ ചികിത്സിച്ചവർക്ക് അറിയാന്ന്. ഗുരുവിന് യാതൊരു അസുഖവുമില്ല. അതുകൊണ്ടാണ് എക്കിളിനുള്ള മരുന്നുണ്ടാക്കിക്കൊണ്ട് മാമി വൈദ്യം വന്നപ്പോ എന്താ പറഞ്ഞത്? നീ കുടിച്ചോളന്നല്ലേ പറഞ്ഞത്? ഗുരുവാണോ കുടിച്ചത്? അല്ല. ഇപ്പൊ ബാഹ്യമായി കാണുന്നതൊക്കെ നമ്മൾ അതിൽ ഭ്രമിച്ചു പോകുമ്പോൾ, പക്ഷെ അതിലൊക്കെ നിൽക്കുന്ന യാതൊരു മാറ്റവുമില്ലാത്ത പരമമായ സത്യസ്വരൂപമായ ഗുരുവിന് യാതൊരു രോഗവുമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദർശനമാലയിലെ 10ാം ദർശനമായ നിർവാണ ദർശനത്തിൽ 5ാമത്തെ മന്ത്രം എങ്ങനെയെങ്കിലും കാണാൻ വിളിക്കുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് ഈ അഖണ്ഡ അനുഭൂതിയാകുന്ന താമരപ്പൂയിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവിന്റെ അല്ലിക്കുടങ്ങളിൽ നിന്ന് മധു കൊണ്ട് രമിക്കുന്ന ഒരു വണ്ടിനെ പോലെയാണ് ആര്? ജ്ഞാനികൾ. അവരാണ് സുഹൃതികൾ എന്ന് പറയുന്നത്. നമ്മളൊക്കെ സുഹൃതികളാണോ? അല്ല. ചൊല്ലാൻ പഠിക്കുക, വീണ്ടും നമ്മൾ വായിക്കുക. പല പ്രാവശ്യം വായിക്കുമ്പോൾ കൂടുതൽ ആശയങ്ങൾ എവിടെ കിട്ടും? നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. കേട്ടല്ലോ? ഇതൊന്നുകൂടെ ചെന്ന് നമ്മളെല്ലാവരും വായിക്കണം. കാരണം പുസ്തകം എല്ലാവരും വാങ്ങിക്കണം. ഇന്ന് ചെറിയ പുസ്തകം വാങ്ങിക്കാൻ കിട്ടും, അതല്ലാതെ വലിയ പുസ്തകത്തിന് വലിയ എല്ലാം കൂടെയുള്ള വ്യാഖ്യാനമുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പുസ്തകങ്ങളുണ്ട് വാങ്ങിക്കാം. കേട്ടോ? അതാണെങ്കിലും വായിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഇത് മാത്രമുള്ളതാണ്, ജനിതം മാത്രമേ ഉള്ള ചെറിയ പുസ്തകം. ഇനി പറയുകയാണ്, ഇത്രയും പറഞ്ഞു തന്നതിൽ ഇനി നമ്മളിങ്ങനെ ബാഹ്യമായി ഗുരുവിനെ എങ്ങനെ അറിയുന്നത്? ഗുരുവിന് രോഗം വന്നാൽ നമ്മളത് പറഞ്ഞില്ലേ? അപ്പൊ ഗുരു ഒന്നും കൂടെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ആരായുകിൽ തിരകൾ നീരായിടുന്നു, പണി നാരായിടുന്നു, കുടവും പാരായിടുന്നു, അതിനു നേരായിടുന്നുലകം ഓരായിലുണ്ടകിലവും. ആരായിക ഓരായിക, ഈ 2 പദം ഓർത്തിരിക്കണം. ആരായുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും, ഓരാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. ഇവിടെ നമ്മൾ ചൊല്ലുമ്പോൾ ഇവിടെ കുടവും ഇങ്ങനെ നീട്ടി നിർത്താറുണ്ട്. അവിടെ നിർത്താൻ പറ്റില്ല. നിർത്തേണ്ട എവിടെയാണ്? നാരായിടുന്നു, അവിടെ കോമയുടെ അവിടെ ഒരു ചെറിയ നിർത്തല്. അതിനുശേഷം പറയുന്ന കാര്യം കുടവും പാരായിടും. പാരെന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണ്. കുടം മണ്ണാവുന്നു. എന്തൊക്കെ 3 ഉദാഹരണം തന്നിട്ടാണ് ഈ പ്രപഞ്ചം എങ്ങനെയാണെന്ന് ഗുരു നമുക്ക് പറഞ്ഞിരുന്നു. ഓർത്തു നോക്കിക്കേ. ആരായുകിൽ തിരകൾ നീരായിടുന്നു. അന്വേഷിച്ചാൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ തിര എന്ത് തന്നെയാകുന്നു? വെള്ളം തന്നെയാകുന്നു. ഫണി നാരാകുന്നു. ഫണി ആരാണ്? പാമ്പ്, സർപ്പം. ഇത് രജ്ജു സർപ്പ ന്യായം എന്ന് വേദാന്തത്തിൽ പറയാറുണ്ട്. ഈ രജ്ജു സർപ്പ ന്യായത്തെ വളരെ മനോഹരമായിട്ട് ഗുരു ചിത്രീകരിച്ചിട്ടുണ്ട് ആത്മോപദേശത്തിൽ. അതെന്താണ്? മലർമാലയോടല്ലേ? ജലന് വിലേശ്യമെന്ന് തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. ആ രജ്ജു സർപ്പ ന്യായത്തെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഗുരു തള്ളിക്കളയല്ലേ ചെയ്ത് വളരെ മനോഹരമായി. കാരണം പാമ്പ് കയറുമ്പോൾ ഒരു സുഖം വരുത്തില്ലേ? ഈ പാമ്പിനെ എന്തിനോട് ഉപമിച്ചത്? ഈ ബ്രഹ്മത്തെ, കയറിനോട് ഇത്രയും നാൾ ഉപമിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മത്തെ ഗുരു എന്തിനോട് ഉപമിച്ചത്? നല്ല മലർമാലയോടല്ലേ? ആണോ? മാല, പൂവുകൊണ്ടുണ്ടാക്കുന്ന മാലയ്ക്ക് സുഗന്ധമുണ്ട്, കാണാനുള്ള ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രഹ്മം സാധാരണക്കാരുടെ ഇടയിലേക്ക് ഗുരു കൊണ്ടുവരികയാണ് ചെയ്തല്ലേ? അതുവരെ വൈജ്ഞാനിക തലത്തിൽ മാത്രം നിൽക്കുമായിരുന്നു അദ്വൈതം എന്ന് പറഞ്ഞ ഈ വൈജ്ഞാനിക തലത്തിൽ നിന്ന് ഈ അദ്വൈതത്തെ ഗുരു സാധാരണക്കാരുടെ ഇടയിൽ വ്യാവഹാരിക തലത്തിലേക്ക് ഗുരു കൊണ്ടുവരിക ചെയ്തത്. അവന് മനസ്സിലാക്കണമെങ്കിൽ ഇച്ചിരി മനോഹരമായി, ഇച്ചിരി നന്നായി പറയുമ്പോൾ മനസ്സിലാകത്തില്ലേ? നമ്മൾ ഈ കയറും സർപ്പം എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാകത്തില്ല. അപ്പം അതിനെ ആ നല്ല മലർമാലയോട് ഉപമിക്കുമ്പോൾ ഒന്നും കൂടെ നമുക്കൊരു ആകർഷണം തോന്നും.
അത് ഗുരുവിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഈ രജ്ജുസർപ്പനായിട്ട് ഗുരു നലവിയർന്ന മലർമാലയോട് ഉപമിക്കുന്ന ആത്മോപദേശതം കേട്ടല്ലോ. ഇവിടെ പറയുകയാണ്, ആരായുകിൽ തിരകൾ നീരായിടുന്നു, പണി നാരായിടുന്നു. എപ്പോഴാണ് പണി നാരായിത്തീരുന്നത്, കയറായിത്തീരുന്നത്? അരണ്ട വെളിച്ചത്തിൽ. ഒരു നല്ല വെട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും. ഒരു അരണ്ട വെളിച്ചം, മങ്ങിയ വെട്ടത്തിൽ ഒരു കയറ് നടന്നു പോകുമ്പോൾ കണ്ട പെട്ടെന്ന് എങ്ങനെയാ തോന്നുന്നത്? പാമ്പാ തോന്നുന്നത്. ആർക്കാ തോന്നുന്നത്? പാമ്പിനെ കണ്ട് പരിചയമുള്ളവർക്കാ തോന്നുള്ളൂ. പാമ്പിനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവർ കയറ് കണ്ട പാമ്പാന്ന് തോന്നുമോ? അവിടെ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മുടെ വേദാന്തത്തിന്. ശരിയല്ലേ? ചിന്തിച്ചോ? പാമ്പിനെ പരിചയമില്ലാത്ത ഒരാളെ കയറ് കണ്ട പാമ്പാന്ന് തോന്നുമോ? ഇല്ലെന്നേ. അപ്പം നമുക്ക് മുൻപ് പരിചയമുള്ള ഒന്നിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഊഹിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഭയങ്കര വേദാന്തമാണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ എന്താ അതൊക്കെ എഴുതി തയ്യാറാക്കിക്കൊണ്ട് വന്നാലേ ഉള്ളു ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായി. ഗുരുവിൻ്റെ എന്താ പറഞ്ഞോ, അത്രയ്ക്ക് ദാർശനികതയാണ് ഗുരു പറയുന്ന ഈ ജനനി നവരത്നം. നമ്മൾ എന്ത് ഈസിക്ക് ദേവിയെ പ്രകീർത്തിക്കുന്ന ഒരു സ്തോത്രകൃതിയുടെ കൂടെ നമ്മൾ ചൊല്ലുന്നത്. പക്ഷെ അത് പൂർണ്ണമായും വേദാന്തം തന്നെയാണ് കേട്ടോ. പിന്നെ പറയുകയാണ്, കുടവും പാരായിടുന്ന് അതിനു നേരായിടുന്നുലകം. ആ കുടത്തെ കണ്ടു കഴിഞ്ഞാൽ, മൺകുടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൺകുടത്തെ കണ്ടു കഴിഞ്ഞാൽ ആ മൺകുടം എന്താണ്? പാര്, മണ്ണ് മാത്രമാണ്. വ്യത്യസ്തമാം അറിവിൽ വിശ്വവുമില്ല അതിന്റെ വിത്താം അവിദ്യ. പറഞ്ഞിരുന്നില്ല അദ്വൈതികത്ത് പറഞ്ഞത്? പറഞ്ഞിരുന്നില്ലേ? ഉണ്ട്. മൃത്തിൻ വികാരം അത് അസത്യം, അതിങ്കലൊക്കെ വർത്തിപ്പതൊരു മൃത്യുതു സത്യമത്രേ. ഓർക്കുന്നുണ്ടോ? മൃത്തിൻ വികാരം. മൃത്ത് എന്ന് പറഞ്ഞാൽ മണ്ണ്. മണ്ണിനെ കൊണ്ടുണ്ടാക്കുന്ന വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെക്കൊണ്ടുണ്ടാക്കുന്ന ആ എന്താ വികാരം എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വികാരമൊന്നും അല്ല കേട്ടോ. രൂപഭേദങ്ങൾ ഒരർത്ഥത്തിൽ വന്നാൽ മതിയാകും. അതിനെ മണ്ണിൽ കൊണ്ടുണ്ടാക്കുന്ന വിവിധ തരത്തിലുള്ള വസ്തുക്കളെല്ലാം അസത്യമാണെന്ന്, അത് ഇല്ലാത്തതാണ്. മൃത്ത് മാത്രമേ, മണ്ണ് മാത്രമേ സത്യമായിട്ടുള്ളൂ. രജ്ജു സർപ്പനായം. ഇത് അദ്വൈതീകത വളരെ പറയുന്നുണ്ട്. എല്ലാവരും മിക്കവാറും ചെല്ലുന്നത് എങ്ങനെയാണ്? രജ്ജുവിന് പോലെ എങ്ങനെയാണ് ചെല്ലുന്നത്? രഞ്ജു അല്ലേ? നമ്മൾ പഠിച്ചവർ ചൊല്ലല്ലേ? രഞ്ജുന്ന് ചൊല്ലുവോ? ചൊല്ലുവോ? ചൊല്ലി കേൾപ്പിക്കാം. രഞ്ജു അല്ല, രജ്ജു. അദ്വൈതീകത്ത് മിക്കവാറും എല്ലാവരും ചൊല്ലുന്ന രഞ്ജു 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 തന്നെയാണ്. രജ്ജുസ്വരൂപം അഹിയോടു വിദന്തയാർന്നു നിൽക്കുന്നിതിന്നിഹ നിദർശന മാമിതോട്ട. രജ്ജുസ്വരൂപം കണ്ടോ? എട്ടാമത്തേന് അത് പറയുന്നുണ്ട് രജ്ജു. ആറാമത്തേന് അത് പറയുന്നുണ്ട് രജ്ജു കണ്ടത്തിൽ ഉരകം. രജ്ജു എന്ന് പറഞ്ഞാൽ കയറ്. കയറും കഷ്ണത്തിൽ ഇല്ല ഉരകം, പാമ്പില്ല. ഉള്ളത് രജ്ജു മാത്രം. ഉള്ളത് കയറോ മാത്രമേ ഉള്ളന്നേ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ചെല്ലുന്നത് എങ്ങനെയാണ്? ആറാമത്തെ മന്ത്രം. 6-ലുണ്ട്, 8-ലുണ്ട്. രജ്ജു 2 ചായല്ലേ? ആ, നമ്മൾ ചൊല്ലുന്നത് എങ്ങനെയാണ്? ആണോ? ഞാൻ മിക്കവാറും എല്ലാവരും ചൊല്ലുന്നത് രഞ്ജു എന്നാണ്. രജ്ജു കണ്ടത്തിൽ ഉരകം, ഉള്ളത് രജ്ജു മാത്രം. അത് തന്നെയാണ് പറഞ്ഞത്. ആരാ പണി നാരായിടുന്നു. ഇതൊക്കെ ആരായുന്നവർക്ക് കേട്ടോ. നീ പറയാണ് കുടവും പാരായിടുന്ന് അതിനു നേര. എപ്രകാരമാണോ തിരയിൽ നിന്ന് തിര വെള്ളത്തിൽ നിന്ന് ഭിന്നമല്ലാതിരിക്കുന്നതും ഈ അരണ്ട വെളിച്ചത്തിൽ ഒരു കയറും കഷ്ണം കാണുമ്പോൾ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നതും, അതുപോലെ മണ്ണിൽ നിന്ന് ഭിന്നമല്ലാത്ത കുടമിരിക്കുന്നതും അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അതാണ് അധ്യാരോപദർശനം. ഉള്ളതിൽ ഇല്ലാത്തതിനെ ആരോപിക്കുകയാണ് എന്നല്ലേ? ആശ്രീത അഗ്രെ തൊട്ട് തുടങ്ങുന്ന അത് അധ്യാരോപദർശനത്തിൽ പറയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഇതൊന്നും എന്താണ്? ഇല്ലാത്തതാണ്. സകലവും ഉള്ളത് തന്നെ. തത്വചിന്താഗ്രഹനിത് സർവവും ഏകമായി ഗ്രഹിക്കും. ഇത് കാണുന്നതെല്ലാം ഉള്ളതാണ്. പക്ഷെ തത്വം അറിഞ്ഞവൻ എങ്ങനെയാണ്? അത് ഒന്നായിട്ട് ധരിക്കും. അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആത്മോപദേശത്തിൽ 88ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഗുരുദേവനിലെ എല്ലാ കൃതികളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുക ചെയ്താണ്. നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നേരായിടുന്നുലകം ആർക്കാണ്? ഓരായിലുണ്ട് അഖിലവും.
ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ ഈ ഉലകം എന്ന് പറയുന്നത് ഈ മുകളിൽ പറഞ്ഞ 3 ഉദാഹരണങ്ങൾ കൊണ്ട് പറഞ്ഞിരുന്നേ. പക്ഷേ ആർക്കൊണ്ട്? ഓരായിൽ ആരാണോ ഇത് അന്വേഷിക്കാത്തത്, ഇതിനെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാത്തത്, അവൻ ഇതെല്ലാം ഉള്ളതാകുന്നു എന്നാണ് ഗുരു പറഞ്ഞത്. ഓരായിൽ ഉണ്ട് അഖിലവും. ആരാഞ്ഞാലുണ്ടോ? ഉണ്ടോ? ആരായിലുണ്ടോ? ഇല്ല. ഓരായിൽ ഇതെല്ലാം ഉള്ളതും പറഞ്ഞു കേട്ടോ. ഇനി പറയുകയാണ്, പേരായ നിൻ കഴലിൽ ആരാധനം തരണം, ആരാലിതിന്നൊരു വരം. ഇതിനൊരു വരവാണേ, ഇന്നല്ല, ഇന്നെന്ന് പറയരുത്, ഇന്നായ വരവുള്ളൂ കേട്ടോ. ഇതിനൊരു വരം. ഇന്നാ പറയല്, ഇന്നായ പറയല്. കാരണം നമുക്ക് ഒരുപാട് തെറ്റി പോകുന്ന ഒരു പദമാണ് ഈ നായ, ഇന്നായ, ഇന്നായ, ഇല്ലേ? ഇതൊക്കെ ഒരുപാട് തെറ്റിപ്പോകുന്ന പദങ്ങളാണ്. മാറിപ്പോയി അപ്പുറത്തും ഇപ്പുറത്തോട്ടും ഒക്കെ അർത്ഥം മാറിപ്പോകും കേട്ടോ. വേരായ നിൻ കഴലിൽ, നിന്റെ എല്ലാം നാരായ വേരെവിടെയാണ്? നിന്റെ കഴൽ, നിന്റെ കാൽപാദം. പാദഭക്തിക്ക് ഗുരു ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് ഇല്ലേ? കാരണം ഇതിനകത്ത് പറയുന്നില്ലേ, ആത്മോപദേശത്തിൽ എന്താ ഗുരു പറഞ്ഞെന്നാ? പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തുന്നതാണ് അല്ലെ? അതിനകത്ത് പറഞ്ഞു തന്നില്ലേ? അതുപോലെ തന്നെ ബ്രഹ്മവിദ്യാ പഞ്ചത്തിൽ അത് പറഞ്ഞത് എങ്ങനെയാണ്? പ്രണവി സേവാദ്യ പ്രസന്നൻ ഗുരു പറഞ്ഞു തരുന്നില്ലേ? എങ്ങനെയാണ് നമ്മൾ അറിവാത്തേക്കേണ്ടത്? ഗുരുവിന്റെ പാദസേവ ചെയ്താണ് നമുക്ക് നേരത്തെ അല്ലെ? ആ പാദഭക്തി ദൈവദശകത്തിനകത്ത് പറയുന്നുണ്ട്. അത് പദം എന്ന് പറയുന്നുണ്ട്, പാദം എന്ന് പറഞ്ഞ സുബ്രഹ്മണ്യത്തിനകത്ത് പറഞ്ഞ മിക്കവാറും എല്ലാ കൃതികളിലും ഗുരു ആ പാദഭക്തിയെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അവിടെ ഒന്നെങ്കിൽ നമുക്ക് ആ ഗുരുവിന്റെ പാദങ്ങളാകാം, അല്ലെങ്കിൽ ഗുരുവിനെ സൂചിപ്പിക്കുന്ന പദമാകാം. ഓങ്കാരം എന്ന പദം തന്നെയാണ് കേട്ടല്ലോ. അത് നോക്കിയേ, വേരായ നിൻ കഴലിൽ ആരാധനം തരണം, ആരാൽ ഇതിനൊരു വരം, നേരായി വന്നിടുക വേറാരുമില്ല ഗതി, ഹേ രാജയോഗ ജനനി. അല്ലയോ രാജയോഗ ജനനി, രാജയോഗത്തെ പ്രദാനം ചെയ്യുന്ന അല്ലയോ അമ്മേ. കാരണം എനിക്കിതൊക്കെ ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്. പക്ഷേ ആരുടെ കൂടെ കടാക്ഷം ഉണ്ടായിരിക്കണം? ഈശ്വരൻ്റെ കടാക്ഷമില്ലെങ്കിൽ നമുക്കൊന്നും സാധിക്കത്തില്ല. നമുക്ക് ആഗ്രഹമുണ്ട് നല്ലതാകണം, ഇന്ന് മുതൽ എല്ലാം കറക്റ്റായിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നേ. പക്ഷേ നമ്മൾ മാത്രം വിചാരിച്ചാൽ പറ്റുമോ? അത് ശിവശതമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ശിവന്റെ അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ അറിയാനൊരു സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് എത്ര പേരുണ്ടല്ലേ, നല്ല വെയിലുണ്ട്, തുണിയൊക്കെ ഉണങ്ങാം അപ്പോൾ വിചാരിച്ച് നമുക്ക് വീട്ടിലിരിക്കുന്നത് തന്നെയോ? നമുക്കിവിടെ വന്നിരിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? അത് ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും അത്. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും എത്ര പേര് ആഗ്രഹിച്ചു കാണും, പക്ഷെ ആ സമയത്ത് എത്താൻ പറ്റണമെങ്കിൽ അതെന്തുണ്ടായിരിക്കണം? ഈശ്വരൻ്റെ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരനെ കുറിച്ച്, അതുകൊണ്ടാണ് നീ വരം തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നത് അല്ലേ? ആ ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഗ്രഹത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വരം എന്ന് പറഞ്ഞാൽ. ഈശ്വരൻ്റെ വരദാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലത് ചെയ്യാനും നല്ലത് കേൾക്കാനും നല്ലത് പറയാനും ഒക്കെയുള്ള അവസരം ഉണ്ടാകത്തുള്ളൂ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതിനൊരു വരം, ഈ ആരാധന നിന്നിൽ അർപ്പിക്കുന്നതിന് വേണ്ടി നീ എനിക്കൊരു അനുഗ്രഹം, നീ എനിക്കൊരു വരം തന്നിടണം. ആരാൽ തരണമെന്ന് പറഞ്ഞാൽ നീ ഉടനെ തന്നെ തരണം, വെച്ച് താമസിപ്പിക്കില്ല. ആരാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടനെ തന്നെ. നീ ഉടനെ തന്നെ, ഇത് നാളെ തരാം പിന്നെ തരാം എന്ന് പറയല്ലേ, നീ ഇപ്പോൾ തന്നെ എനിക്കൊരു വരം തരണം. നേരായി വന്നിടുക, അത്യാകാംക്ഷയോടെ ഇരിക്കുന്ന എൻ്റെ നേരെ വന്ന് നീ എനിക്കൊരു അനുഗ്രഹം തരണം. വേറാരുമില്ല ഗതി, നിന്നെ പ്രാപിക്കുകയല്ലാതെ മറ്റൊരു ഗതിയും എനിക്കില്ല. നിന്നെ പ്രാപിക്കുന്നതിലൂടെ അല്ലാതെ എനിക്ക് നിന്നെ കണ്ടെത്താൻ പറ്റില്ല. ഭഗവാനെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ അടുത്ത് വരണ്ടായോ? അല്ലാതെ വേറെ വല്ലയിടത്ത് ചെന്നത് കിട്ടുമോ? ഭഗവാനെ കിട്ടില്ല. അത് തന്നെയാണ് പറയുന്നത്. നിന്നെ കണ്ടെത്തണം, നിന്നെ അറിയണമെങ്കിൽ നിന്റെ അടുത്ത് തന്നെ വരണം. നിന്റെ അനുഗ്രഹം എനിക്കതിന് ഉണ്ടാകുകയും ചെയ്യണം. ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ആണ് ആ ഭക്തൻ ഇവിടെ 4-ാമത്തെ മന്ത്രത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രപഞ്ച രഹസ്യങ്ങൾ എന്ന് പറയുന്ന എല്ലാം എന്താണ്? എല്ലാം ഉള്ളതിൽ ഇല്ലാത്തതിനെ ആരോപിച്ച് കാണിക്കുകയാണെന്ന് ഒരു ഉദാഹരണങ്ങളോട് പറഞ്ഞിരുന്നല്ലേ?
ആ തിര എന്ന് പറയുന്നത് വെള്ളമാണെന്ന്, അത് നീരാണെന്ന് പറഞ്ഞു. അരണ്ട വെളിച്ചത്തിൽ കാണുന്ന സർപ്പം എന്ന് പറയുന്നത് അത് കയറാണെന്നും പറഞ്ഞു. അതുപോലെ തന്നെ കുടമെന്ന് പറയുന്നത് പാരാണെന്ന് പറഞ്ഞ് അതിനു നേരായിട്ട്, അതിന് തുല്യമായിട്ട് തന്നെയാണ് ഈ ഉലകവും ഈ ലോകവും. അങ്ങനെ തന്നെയാണ്. ഇത് പരമാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. പരമേശ്വരൻ കണ്ട ഒരു സ്വപ്നം മാത്രമാണ്. സ്വപ്നം ഉണർന്നു കഴിയുമ്പോൾ ഇല്ലാതാവുന്നത് പോലെയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും മാറി മാറി. ഇന്നലകളിൽ കണ്ട നാടാണോ നമ്മുടെ ഇന്നത്തെ നാടാണോ? ഒരു 10-20 വർഷം മുമ്പ് ഞാനിവിടെ പഠിക്കാൻ വന്നിട്ടുണ്ട്. ആ സ്ഥലമാണിത്. ഒന്നുമല്ല, ഞാൻ നാട്ടിൽ പഠിക്കാൻ വന്നിട്ട് ആ സ്ഥലമേ അല്ല ഇത്. എല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു. കാരണം മാറ്റമില്ലാതെ നിൽക്കുന്നത് ഏകമായ ആ സത്യം മാത്രമേ ഉള്ളൂ. നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമ്മളിലേക്ക് ഉണ്ടാകാൻ വേണ്ടി ആരുടെ അനുഗ്രഹം ഉണ്ടാകണം? അല്ലയോ അമ്മേ, നിന്റെ അനുഗ്രഹം എനിക്ക് ഉണ്ടാകണം. നിന്റെ പാദത്തിൽ, ആ പാദത്തിൽ ആരാധന ചെയ്യാനുള്ള ഒരു മഹാനുഗ്രഹം കൂടെ എനിക്ക് തരണമേ എന്നാണ് ഈ 4 മന്ത്രങ്ങളിലൂടെ നമ്മളെ പരമമായ സത്യം ഏകമാണെന്നാണ് ഗുരു പറഞ്ഞത്. അതല്ലാതെ എന്തെങ്കിലും കിട്ടണോ വേണോ എന്നാണോ നമ്മളെ പ്രാർത്ഥിക്കുന്നതാണോ? സാധാരണ പ്രാർത്ഥനകളൊക്കെ എങ്ങനെയാണ്? എനിക്കത് വേണം, എനിക്കിത് വേണം, അവലാതി പരാതി. പക്ഷേ ഗുരു നമ്മളെ എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്? അവിടെയാണ് മഹാഗുരുവിൻ്റെ ആ തിരുവുള്ളത്തിൻ്റെ കാരുണ്യം നമ്മൾ അറിയേണ്ടത്. സാധാരണ ഈ അറിവെന്ന് പറയുന്ന സാധാരണ മനുഷ്യന് അപ്രാപ്യമല്ലാതെ ഒരു കൂട്ടം ആളുകളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന സമയത്താണ് ഗുരു എന്ന് പറഞ്ഞാൽ ഈ അറിവതിനിങ്ങനെ ആർക്കും ഓതിടേണം. അഹം ഇരുളല്ല, ഇരുളാകിൽ അന്തരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം. അറിവതിനാൽ അഹമന്ധകാരമല്ലെന്നറിവതിനിങ്ങനെ ഊതിടേണമെന്ന ആത്മോപദേശത്തിൽ ഒരു വീണ്ടും നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആ സത്യമാണ് പറഞ്ഞത് അല്ലേ? കാരണം നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഞാനെന്ന് പറയുന്നില്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം അഹം എന്ന് പറയുന്ന ഇരുട്ടല്ല, അതെല്ലാം പ്രകാശമാണ്. വിലമതിക്കാത്ത ഒരു വിളക്ക് അതിൽ ജ്വലിച്ചു നിൽക്കൊണ്ട് ആ തിരിച്ചറിവ് എല്ലാവരിലേക്കും ഉണ്ടാകും. അത് നമ്മൾ അന്വേഷിക്കുമ്പോൾ, നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളുടെ ഉണ്ടായിത്തീരും. അതുകൊണ്ടാണ് ഈ അറിവ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റണമെന്ന് ഗുരു നമ്മളോട് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ അറിവ് തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക.